നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുകയും യോഗ സംഘാടകരായ സഹോദരന്മാർക്ക് യേശുക്രിസ്തു നാമത്തിൽ എനിക്കുള്ള കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. ലോക ചരിത്രത്തിൽ ഏകദേശം 2000 ആണ്ടുകൾ കൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനവിഭാഗങ്ങളിലും, ഇപ്പോഴും ഒരുപോലെ പ്രസംഗിക്കപ്പെടുന്ന ഒരേ ഒരു വിഷയമാണ് സുവിശേഷം. 2000 ആണ്ടുകൾക്ക് ഇപ്പുറം ലോകത്തിൽ ഉണ്ടായിട്ടുള്ള യാതൊരുവിധ ചിന്താഗതികൾക്കും മാറ്റം കൂടാതെ നിലനിൽപ്പില്ല എന്ന് ചിന്തിപ്പിക്കുവാൻ ലോകത്തെയും കാലത്തെയും പ്രേരിപ്പിച്ച കാലം കണ്ട കരുത്തേറിയ സന്ദേശമാണ് സുവിശേഷം. മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമതയും ആസൂത്രണം ചെയ്ത പവിത്ര പദ്ധതിയുടെ വിശദീകരണമാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗത്തിന് ക്രൈസ്തവ വിശ്വാസത്തിനും ആധാരമായിരിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് പ്രഥമത ഞാൻ ഏതാനും വാക്കുകളിൽ ബൈബിളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. ഓരോ മതത്തിനും അവരവരുടേതായ മതസംഹിതകളുണ്ട്. ഇന്ത്യയിൽ ആര്യന്മാർക്ക് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ഭഗവത്ഗീത ഇത്യാദി മതഗ്രന്ഥങ്ങളുണ്ട്. പാഴ്സികൾക്ക് ഒരു മതഗ്രന്ഥമുണ്ട്, സന്താവസ്ഥ എന്നാണ് അതിന്റെ പേര്. ബുദ്ധമതത്തിനൊരു മതഗ്രന്ഥമുണ്ട്, ത്രിപിടകം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സിഖ് മതത്തിനൊരു മതഗ്രന്ഥമുണ്ട്, ഗ്രന്ഥസാഹിബ് എന്നാണ് അതിന്റെ പേര്. ഇസ്ലാമിനൊരു മതഗ്രന്ഥമുണ്ട്, ഖുർആൻ എന്നാണ് അതിന്റെ പേര്. ഇങ്ങനെ ലോകത്തിൽ ഓരോ മതത്തിനും അവരവരുടേതായ മതസംഹിതകൾ ഉണ്ട് എന്ന് പറയിലും ലോകത്തിൽ എമ്പാടും തിരുവെഴുത്ത് എന്നവയിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് ബൈബിൾ. പണ്ഡിതന്മാരും പാമരന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ആട്ടിടയന്മാരും മുക്കുവന്മാരും ഇങ്ങനെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഉദ്യാനം, മരുഭൂമി, കാരാഗ്രഹം, ദീപസമൂഹം എന്നീ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യത്തിനിടയിൽ എഴുതിച്ചേർത്തതാണ് ബൈബിൾ എന്ന് പറയുന്നതിലും ആദ്യയോട് അന്തം പരിശോധിച്ചാൽ ഒരു എഴുത്തുകാരൻ ഒരിപ്പിലിരുന്ന് ഒരേ സമയത്ത് എഴുതിയെന്ന് തോന്നുമാറ് ഈ പുസ്തകം തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ അവദാനങ്ങൾ അനവധിയാണ്. എന്നാൽ അതിപ്രശസ്തമായിരിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ആമുഖമായി പറഞ്ഞുകൊള്ളുന്നു. ബൈബിളിനെ സംബന്ധിച്ച് ഒന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. ദൈവം ബൈബിൾ പ്രഖ്യാപിക്കുന്നത് പോലെ ഏകനാകുന്നു. ബൈബിൾ പ്രഖ്യാപിക്കുന്നത് പോലെ ദൈവം ജീവനുള്ളവനാകുന്നു. ദൈവം ജീവനുള്ളവനായതുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ അവിടുത്തെ കഴിയുകയില്ല. തന്റെ സൃഷ്ടിജാലങ്ങളോട് അവൻ സദാ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം സംസാരിക്കാത്ത ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവം എല്ലായിടത്തും ഇപ്പോഴും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 17-30 സൂക്തം. പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുന്നത് ദൈവത്തിന്റെ ഈ അരുളപ്പാടുകൾ ക്രോഡീകരിച്ച് ജനതാമധ്യേ എത്തിക്കുന്നവരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ മുഖേന ദൈവം സംസാരിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം സൂക്തം. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തിരം പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ബൈബിളിന്റെ എഴുത്തുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതെല്ലാം ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ എഴുതി വെച്ചതാണ് ബൈബിൾ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നു എന്നോ ആകാശത്തിൽ നിന്ന് കെട്ടിയിറക്കി തന്നു എന്നല്ല ഞങ്ങളുടെ വിശ്വാസം. നേരെ മറിച്ച് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച മനുഷ്യർ അവരുടേതായ ഭാഷയിൽ എഴുതി വെച്ചതാണ് ബൈബിൾ. ഭാഷ അവന്റേതാണ്, പക്ഷേ ദൈവത്തിൻ്റെതാണ് അതിന്റെ അരുളപ്പാടുകളെല്ലാം. ദൈവം മനുഷ്യനോട് കൂടെ ഇരുന്ന് അവന്റെ വായോടുകൂടി ഇരുന്ന് സംസാരിച്ച വാക്കുകളാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ ചിന്തയോടുകൂടി ഇരുന്ന് സംസാരിച്ച വാക്കുകളല്ല, നേരെ മറിച്ച് അവന്റെ വായോടുകൂടി ഇരുന്ന് സംസാരിച്ച വാക്കുകളാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ കാലാകാലങ്ങളിലുള്ള ആശയങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ബൈബിൾ. ഈ ബൈബിളിന്റെ അവദാനങ്ങൾ 1, 2, 3 കുറിപ്പുകൾ മാത്രം ഞാൻ പറഞ്ഞുവിടുന്നു. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടാത്ത ഭാഷകളില്ല. ഈ പുസ്തകത്തെ പരിശോധിക്കാത്ത പണ്ഡിതന്മാരില്ല. ഈ പുസ്തകം വിമർശിക്കാത്ത ആളുകളില്ല. ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വാളും
തീയും സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും അവിശ്രമം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന 1000-10,000 അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അതുല്യമായ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. വിശ്വസാഹിത്യ നഭവമണ്ഡലത്തിൽ അത്യുജ്വല താരമായി ശോഭിക്കുന്ന ഈ അനുപമ ഗ്രന്ഥത്തിന്റെ അതുല്യ പ്രഭാവത്തിന് മുമ്പിൽ വിശ്വസാഹിത്യം ഒന്നടങ്കം നിശ്ചയമായി ഭവിക്കുന്നു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജനകോടികൾ ഉറക്കമുണർന്നിട്ടുണ്ട്. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മാനവരാശി കൂട്ടം കൂട്ടമായി വിമോചനത്തിന് ശംഖനാദം കേട്ടിട്ടുണ്ട്. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മാനവരാശി സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് ഈ പുസ്തകം സാർവജനീന സാഹിത്യമാണ്. ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആശയങ്ങൾ എല്ലാം സാർവജനീനമാണ്. ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, ദൈവം സൃഷ്ടിച്ചു എന്നാണ്. ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹീത സൃഷ്ടികളായ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ദാനമായി നൽകിയ അനുഗ്രഹീതമായ ആശയങ്ങളുടെ ക്രോഡീകരണമാണ് ബൈബിൾ. പക്ഷേ ഈ പുസ്തകത്തിന് അതുകൊണ്ട് തന്നെ സാർവജനീനമായ സ്വഭാവമുണ്ട്. ബൈബിളിന്റെ സാർവജനീന സ്വഭാവത്തിന് 3 കുറിപ്പുകൾ ഞാൻ പറയുന്നു. ഒന്ന്, ഈ കാണപ്പെടുന്ന ലോകത്തിൽ ദൈവം എല്ലാവർക്കും ഒരുവനായതുകൊണ്ട് ആ ദൈവം എല്ലാവരോടും സംസാരിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് സാർവജനീന സ്വഭാവം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ബൈബിളിനെ സ്വയം പ്രഖ്യാപിച്ചാൽ അത് എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലകാലങ്ങളെല്ലാം എല്ലായിടത്തുമുള്ള എല്ലാത്തെയും പരാമർശിക്കുന്നതാണ്. അതുകൊണ്ട് ബൈബിളിന്റെ പ്രാഥമികമായ പ്രഖ്യാപനത്തിൽ ഇത്രയും പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ കാണപ്പെടുന്ന മനുഷ്യരാശി എങ്ങനെയുണ്ടായി, ഇവിടെ ഭാഷകൾ എങ്ങനെയുണ്ടായി, ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ രാജ്യങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ സാമ്രാജ്യങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് രാജ്യങ്ങൾ വളരുകയും തളരുകയും ചെയ്തത്, ഇതെല്ലാം അറിയണമെങ്കിൽ ബൈബിൾ തന്നെ വായിക്കണം. അതുകൊണ്ട് ലോക ചരിത്രത്തിന്റെ ആമുഖക്കുറിപ്പായി വിരാജിക്കുന്ന അനുഗ്രഹീതമായ പുസ്തകം സാർവജനീനമാണ്. 2, ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവിക രക്ഷാപദ്ധതി സാർവജനീനമാണ് എന്ന് പറഞ്ഞാൽ ബൈബിൾ ആധ്യാത്മികമായ മോചനം, രക്ഷ പ്രഖ്യാപിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടിയല്ല, എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, അതാണ് ബൈബിളിന്റെ ആഹ്വാനം. അതുകൊണ്ട് ഇത് എല്ലായിടത്തും എല്ലാവരോടും പ്രസംഗിക്കുക, അതാണ് ഇതിന്റെ പ്രഖ്യാപനം. അതിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മറുപടി പറയുവാൻ ഞങ്ങൾക്കറിയാം. ഞാൻ ഇന്ന് 2-3 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. എന്തുകൊണ്ടെന്നാൽ ബൈബിളിനെ എങ്ങനെ ശാസ്ത്രീയമെന്ന് പറയുന്നു, അശാസ്ത്രീയമെന്ന് പറയുവാൻ അനവധി ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും സഹർഷം അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. വരുവി, നമുക്ക് തമ്മിൽ വാദിക്കാം, ഇതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ഈ ബൈബിൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് ബൈബിളിന്റെ ശാസ്ത്രീയത? 3 ദൃഷ്ടാന്തങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. 1, ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്, ഈ ഭൂമി എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രാചീന കാലത്തെ ആളുകൾ വിശ്വസിച്ചത് ഇങ്ങനെയാണ്. പ്രാചീനകാല ഈജിപ്തുകാർ വിശ്വസിച്ചത് ഭൂമി നിൽക്കുന്നത് 5 തൂണുകളിൽ മേൽ ആകുന്നു എന്ന്. അതിന് കുറെ കൂടെ ദാർശനിക സ്വഭാവമുള്ള, ദാർശനങ്ങളുടെ ഏറ്റവും വലിയ അടിത്തറയുള്ള, വേണമെങ്കിൽ ദാർശനിക ഗ്രഹം എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഗ്രീസിലെ ആചാര്യന്മാർ പറഞ്ഞത് ഈ ഭൂമി നിൽക്കുന്നത് അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ മുകളിൽ ആകുന്നു എന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രാചീനന്മാരായ ഋഷീശ്വരന്മാർ എല്ലാവരും കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഭൂമി നിൽക്കുന്നത് 4 അല്ലെങ്കിൽ 8 ആനയുടെ മുകളിലാണ്. ഇങ്ങനെ ചുമന്നു നിൽക്കുന്നതിനിടയിൽ ഈ ആനകൾക്ക് ക്ഷീണം വരുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചലിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. ഭൂകമ്പത്തിന്റെ കാരണം നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നു എന്നുള്ളതിന് അന്നത്തെ ലോകത്തിന്റെ അറിവ് ഇതൊക്കെയാണ്. എന്നാൽ ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് വിളിക്കുവാൻ കഴിയുന്ന യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാം സൂക്തത്തിൽ ശാസ്ത്രം എന്നൊരു പദം ഉണ്ടാകാത്ത കാലത്ത് അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഭൂമിയെ നീ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു, ഈ ഭൂമി ശൂന്യതയിൽ നിലനിൽക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഏതൊരു ഭാഷയിൽ പറയുന്നുവോ അതേ ഭാഷയിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് അത് പറയുവാൻ സാധിച്ചു എങ്കിൽ ബൈബിൾ ദൈവവിശ്വാസിയമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുറിപ്പ് വിടുകയാണ്. മാത്രമല്ല, ഈ ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ചും ഇതുപോലെ തന്നെയുണ്ട്. ഭൂമിയുടെ ആകൃതി എന്താണ്? താലം പോലെ പരന്നതാകുന്നു എന്നാണ് ചിലർ വിശ്വസിച്ചിരുന്നത്. പ്രാചീനകാല ആളുകൾ അംഗീകരിച്ചിരുന്നത് ഈ ഭൂമി താലം പോലെ പരന്നു കിടക്കുന്നു എന്നാണ്.
ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പരവതാനി പോലെ വിരിച്ചിട്ടിരിക്കുന്നു എന്നാണ്. ഇതുപോലെ തന്നെ പരന്നു കിടക്കുന്ന ഭൂമിയെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈട്ടതാകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ വായിക്കാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് പറഞ്ഞുപോയ കുറ്റത്തിന് ഗലീലിയെ കട്ടുറങ്കിലടച്ച മത നേതാക്കന്മാർക്ക് തെറ്റിപ്പോയത്. അവർ ഒരിക്കലെങ്കിലും ബൈബിൾ വായിച്ചിരുന്നു എങ്കിൽ, വായിക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഈ തെറ്റവർക്ക് പറ്റിയേയില്ല. ഇത് ഗലീലിയോ പറഞ്ഞതല്ല. ഗലീലിയയ്ക്കും എത്രയോ 1000 ആണ്ടുകൾക്ക് അപ്പുറം തന്നെ ബൈബിൾ പറഞ്ഞു, നീ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രവാചകനായ യെശയ്യാ അവരുടെ സവിശുദ്ധ വാക്യത്തിൽ വായിക്കുന്നത്, നീ ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ ഭൂമി വൃത്താകൃതി കൊണ്ടതാകുന്നു ബൈബിൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വൃത്തം എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ കൃത്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് യെശയ്യാ പറയുന്നത്. നീ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി പന്ത് പോലെ ഉരുണ്ടതല്ല, ഏതാണ്ട് കോഴിമുട്ടയുടെ ആകൃതിയിൽ മണ്ഡലാകൃതി കൊണ്ടതാകുന്നു എന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രഖ്യാപനത്തിനനുസൃതമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യെശയ്യാ. അതുകൊണ്ട് ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ചും ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. മൂന്നാമത്, നാം ഈ കാണുന്ന താരങ്ങളും അതുപോലെ തന്നെ സൂര്യചന്ദ്രാദികളുമെല്ലാം ഒരു കാലത്ത് നമ്മളുടെ പൂർവികന്മാരെല്ലാം ധരിച്ചു വെച്ചിരുന്നത്, ഇപ്പോഴും അനേകം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം ദേവീ ദേവന്മാരെന്നാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാം. നേരെ മറിച്ച് ബൈബിളിന്റെ ആദ്യകാല എഴുത്തുകാർ തന്നെ അല്ലെന്നാണ് പറഞ്ഞത്. ഈ സൂര്യനും ചന്ദ്രനും അതുപോലുള്ള ഗോളങ്ങളും എല്ലാം തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളാകുന്നു എന്നും അവയെല്ലാം കേവലം ഒരിക്കൽ ഉണ്ടായി വന്നതാണെന്നും പ്രഖ്യാപിച്ചു. അങ്ങ് മെസൊപ്പൊട്ടേമിയയിലേക്ക് പോകുമ്പോൾ ദയവായി ഞങ്ങളുടെ രാജ്യത്തൂടെ വരണം, ഗംഭീരമായ ഒരു യാത്രയപ്പ് നൽകുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ടെൽ അവീവിൽ എത്തിച്ചേർന്നു, ഇസ്രായേലിൽ. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹം ഈ പ്രഖ്യാപനം ആവർത്തിക്കുകയുണ്ടായി. യഹൂദന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് വിജയകരമായി പരീക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് വീണ്ടും വരണം, ഊഷ്മളമായ ഒരു സ്വീകരണം നൽകുന്നതാണ്. പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം നേരെ മെസൊപ്പൊട്ടേമിയയിലേക്ക് പോയി. 3 വർഷം നീണ്ടു നിന്ന ഉത്ഖനനം, അതിന്റെ പിന്നാലെ അദ്ദേഹം ധാരാളമായി ശേഖരിച്ച വസ്തുക്കൾ, കഴിഞ്ഞ കാലത്തിന്റെ കഥ പറയുന്ന കളിമൺ പലകളും കാമ്യ കലാവസ്തുക്കളും ശേഖരിച്ച് തിരിച്ച് ടെൽ അവീവിൽ വന്ന ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഇന്നലെ വരെ ഞാൻ പറഞ്ഞു ബൈബിൾ അശാസ്ത്രീയമാണ്, ചരിത്രപരമല്ല എന്ന്. എന്നാൽ ഇന്നു മുതൽ ഞാൻ എഴുതാൻ പോകുകയാണ്, ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്, ചരിത്രപരമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വില്യം ഓൾബ്രൈറ്റ് എഴുതി വെച്ച അനവധിയായ വോള്യങ്ങൾ ഇന്ന് ലോകപ്രസിദ്ധമായ ലൈബ്രറികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഫ്രം സ്റ്റോൺ ഏജ് ടു ക്രിസ്ത്യാനിറ്റി എന്ന അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധിയാർജിച്ച ഗ്രന്ഥത്തിൽ അദ്ദേഹം സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല, വിശദീകരിക്കാതെ വിടുക. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ തികച്ചും ചരിത്രപരമാണ്. അത് കുറെ കഥകളുടെ സമാഹാരമല്ല, മുത്തശ്ശി കഥകൾ ക്രോഡീകരിച്ചിരിക്കുന്ന പുസ്തകമല്ല. 2 കാര്യങ്ങൾ ഞാൻ ഇത് സംബന്ധിച്ച് പറഞ്ഞു. മാത്രമല്ല, ബൈബിൾ എല്ലാവർക്കും വായിക്കാനുള്ള പുസ്തകമാണ്. ഞാൻ പൊതുവെ എല്ലായിടത്തും ഇപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളോടും പറയാം: ബൈബിൾ തൊഴിലാളി സാഹിത്യം കൂടെയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ കുറേയൊക്കെ ആസ്വദിക്കും. പക്ഷെ ഇപ്പോൾ ഇത് പറയുന്ന കാര്യം നിങ്ങളെല്ലാം നെറ്റിച്ചുളിക്കുകയും ചെയ്യും. കാരണം ബൈബിളിനെ സംബന്ധിച്ച് അതൊരു തൊഴിലാളി സാഹിത്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് സഹിക്കാൻ കഴിയുന്നത്? തികച്ചും ശരിയാണ്. ബൈബിൾ തൊഴിലാളി സാഹിത്യമാണോ? അല്ല. ബൈബിളിനെ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഈ പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം തന്നെ തൊഴിലാളിയാണല്ലോ. ദൈവത്തെ തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിച്ചുളിക്കുക മാത്രമല്ല, സ്വല്പം കർക്കശത്രു എന്നോട് തോന്നും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പ്രപഞ്ചം ഒരിക്കൽ ഇല്ലാതിരുന്നതാണ്. ദൈവമാണ് ഇത് സൃഷ്ടിച്ചത്. സൃഷ്ടി എന്നത് കർമ്മമാണ്. സൃഷ്ടി എന്നത് കർമ്മമാണെങ്കിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം കർമ്മം ചെയ്തിരിക്കുന്നു. കർമ്മം ചെയ്യുന്നവനല്ലേ തൊഴിലാളി. അതുകൊണ്ട് ദൈവത്തെ ഞാൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയ തൊഴിലാളി എന്ന് വിളിക്കും. അതുകൊണ്ട് കർമ്മത്തിൽ അവൻ തൊഴിലാളിയാണ്. രണ്ടാമത്, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദ്യമായി മണ്ണിൽ പണിയെടുത്തത് ദൈവമാണ്. ആദ്യമായി മണ്ണിൽ പണിയെടുത്തത് ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ബൈബിളിൽ നിന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം സൂക്തം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആദ്യമായി മണ്ണിൽ തൊട്ട് ഈശ്വരൻ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം മണ്ണിൽ പണിയെടുത്തതിന്റെ ഫലമായിട്ട് മനുഷ്യനുണ്ടായി. അങ്ങനെ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയാൽ ആ മണ്ണ് മാംസമണ്ഡമായി മാറും. ആ മാംസമണ്ഡത്തിൽ ഈശ്വരൻ ജീവശ്വാസം ഊതിയാൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയാകും. അപ്പൊ അടിസ്ഥാനപരം പറഞ്ഞാൽ ആ മണ്ണിലാണ് ഈശ്വരൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് 2 കാര്യങ്ങളാൽ ദൈവം തീർച്ചയായും തൊഴിലാളി തന്നെയാണ്. അത് മൂന്നാമത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ മുതലാളിയായിട്ടല്ല നിയോഗിച്ചത്, തൊഴിലാളിയായിട്ടാണ്. നാം ബൈബിളിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്, ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിലാക്കി. അവനോട് പറഞ്ഞത്, തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. തോട്ടത്തിൽ വേല ചെയ്യുക, തോട്ടം കാക്കുക, ഇത് രണ്ടും ജോലിയല്ല, തൊഴിലാളിയുടെ ജോലിയാണെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം ആദ്യ മനുഷ്യനെ നിയോഗിച്ചത് മുതലാളിയായിട്ടല്ല, തൊഴിലാളിയായിട്ടാണ്. ദൈവം ആർക്കും ഏക്കർ സെന്റ് പതിച്ചു കൊടുത്തിട്ടില്ല. അതിനപ്പുറം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുകയില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നത് തൊഴിലാളിയായിട്ടാണ്. തൊഴിൽ ചെയ്യാതെ ഇരിക്കുന്നവർക്കുണ്ടല്ലോ, അതുകൊണ്ട് ശീതീകരിച്ച മുറികൾക്കകത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്കെല്ലാം കുറെ കഴിയുമ്പോൾ പലവിധമായ രോഗങ്ങൾ വന്ന് ആശുപത്രി കയറി ഇറങ്ങണം. അധ്വാനിക്കുന്നവനതൊന്നുമില്ല. മനുഷ്യൻ വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരോഗ്യപരം കൂടെയാണ്. അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയാകയാൽ ദൈവത്തെ ഞാൻ തൊഴിലാളിയാണെന്ന് പറയുന്നത് പോലെ ദൈവം നിയോഗിച്ച മനുഷ്യനും തൊഴിലാളിയാണ്. ഇനി കുറെ കൂടെ കടത്തി പറഞ്ഞാൽ ബൈബിളിന്റെ പേജുകൾ വായിച്ചാൽ ഇതിന്റെ എഴുത്തുകാർ മുഴുവൻ തൊഴിലാളികളാണ്. ബൈബിളിന്റെ എഴുത്തുകാരുണ്ടല്ലോ എല്ലാം തൊഴിലാളികളാണ്. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ജനവിഭാഗം യഹൂദന്മാരാണ്, എബ്രായ ജനത. അവർ തന്നെ തൊഴിലാളികളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനം 400 വർഷം ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് ഇഷ്ടിക തൊഴിലാളി വർഗമായിരുന്നു. ഈ ഇഷ്ടിക തൊഴിലാളി വർഗത്തിന്റെ കണ്ണുനീരിന്റെയും കഥനത്തിന്റെയും കഥ പറയുന്ന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന തൊഴിലാളി സഹന സമര ചരിത്രം ഏതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പുറപ്പാട് പുസ്തകം എന്നാണ്. ലോകത്തിൽ ആദ്യമായി അരങ്ങേറിയ തൊഴിലാളി സഹന സമര വിമോചന ചരിത്രത്തിന്റെ കുറിപ്പുകളാണ് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ തൊഴിലാളി സഖാക്കളെ, നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ബൈബിൾ വായിക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ, മാക്സിന്റെ മൂലധനത്തേക്കാൾ ഇരുത്തം വന്ന വിപ്ലവത്തിന്റെ ഇതിഹാസക്കുറിപ്പുകൾ ചേർത്തിയ അനുഗ്രഹീതമായ സാഹിതിയാണ് ബൈബിൾ. അതുകൊണ്ട് തീർച്ചയായും ബൈബിൾ വായിക്കണം. മാത്രമല്ല ഈ ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനികൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഉണ്ടല്ലോ, ക്രിസ്ത്യാനികൾ പാസ്റ്റർമാർ, ഉപദേശിമാർ, അച്ഛന്മാർ, ഇവരുടെ എല്ലാം കയ്യിൽ ബൈബിളുണ്ട്. ഈ ബൈബിൾ പരിശോധിച്ചാൽ അവർ ധാരാളം വാക്യങ്ങൾക്ക് അടിവരയിട്ടിട്ടുണ്ട്. അടിവരയിലെല്ലാം ഇട്ടിരിക്കുന്ന വാക്യങ്ങൾ പരിശോധിച്ചാൽ നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരും അടിവര. നിന്നെ വാലല്ല തലയാക്കും അടിവര. സ്വർഗത്തിലെ സകല കിളിവാതിലും തുറന്ന് നിന്നെ മതിയാവോളം അനുഗ്രഹിക്കും അടിവര. ഇനി ഞാൻ പറയാൻ പോകുന്നത് അടിവരയിടാത്ത വാക്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്ററുടെയും കയ്യിൽ ഇരിക്കുന്ന ബൈബിളിൽ അടിവരയിടാത്ത കുറെ വാക്യങ്ങളുണ്ട്. അതിൽ ഏതാനും വാക്യങ്ങൾ പറയുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി എന്റെ അടുക്കൽ നിലവിളിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് ബൈബിളിലെ വാക്യമാണ്. അതുപോലെ തന്നെ പിന്നെയും വായിച്ചാൽ ക്രിസ്തുവിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരായ യെശയ്യാ, ഹോശയ്യ, മീഖായാവ് തുടങ്ങിയ പ്രവാചകന്മാർ, അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പാവപ്പെട്ടവനെ ഒരു കൂട്ടി ചെരുപ്പിന് വിറ്റിരിക്കുന്നു, പാവപ്പെട്ടവന്റെ ന്യായം നിങ്ങൾ മറിച്ചു കളഞ്ഞിരിക്കുന്നു, പാവപ്പെട്ടവന്റെ കൂലി നിങ്ങൾ പിടിച്ചു പറിക്കുന്നു, പാവപ്പെട്ടവന്റെ കൂലി പിടിച്ചു പറിച്ച് അതുകൊണ്ട് നിങ്ങൾ പടുകൂറ്റൻ വീടുകൾ ഉണ്ടാക്കുന്നു, പാവപ്പെട്ട വിയർപ്പ് കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് ചായ പിടിക്കുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ അന്നത്തെ രാജകീയ ഭരണം ഭൂഷ്വാസിയുടെ ഭാഷയിൽ ആണല്ലോ അത്. അതുകൊണ്ട് ഭൂഷ്വാസി ഭരണം നിലവിലിരുന്ന ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അന്നത്തെ ലോകത്തിലെ അറിയപ്പെടുന്ന പ്രവാചകന്മാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരെ ഞാൻ വിളിക്കുന്നത് ആ കാലഘട്ടത്തിന് വിപ്ലവത്തിന്റെ ആചാര്യന്മാരെന്നാണ്. അതുകൊണ്ട് ലോകം കണ്ട വിപ്ലവത്തിന്റെ അതുല്യന്മാരായ ആചാര്യങ്ങളും ആ കാലഘട്ടത്തിന് തീപ്പന്തങ്ങളുമായിരുന്നു ഈ പ്രവാചകന്മാർ. അങ്ങനെയുള്ള പ്രവാചകന്മാരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ബൈബിളിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അത് ആദ്യമായി ഇവിടെയുള്ള മലയാളക്കരയ്ക്ക് മനസ്സിലായത് കേദാമോദരൻ കമ്മ്യൂണിസവും ക്രിസ്തുമതവും എന്ന പുസ്തകം എഴുതുകയും അതിന് തൊട്ടു പിന്നാലെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി 4 കവലകളിൽ നിന്ന് പ്രസംഗം ആരംഭിക്കുകയും ചെയ്ത ശേഷമാണ്. അപ്പോഴാണ് ബൈബിളിൽ ഇങ്ങനെ കുറെ വാക്യങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്യങ്ങളും ബൈബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു തൊഴിലാളി സാഹിത്യം ഒന്ന് മനസ്സിലാക്കണം. ഇനി അത് സംബന്ധിച്ച് അധികം വിശദീകരിക്കാൻ സമയം പോരാ. അതുകൊണ്ട് 1-2 കുറിപ്പുകൂടെ മാത്രം പറഞ്ഞു കൊള്ളുക. ഈ ബൈബിൾ എവിടെയെല്ലാം എത്തിയിട്ടുണ്ട്, അവിടെയെല്ലാം മനുഷ്യർ ഉറക്കം വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലുതായിരിക്കുന്ന വസ്തുതയാണ് ബൈബിൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പള്ളിയുടെ അലമാരയിൽ വെക്കുക, പുൽപ്പിറ്റിൽ വെക്കുക, വീട്ടിൽ ഭദ്രമായി മേശപ്പുറത്ത് സൂക്ഷിക്കുക. വായിക്കാറുന്നത് അപൂർവമാണ്. നേരെ മറിച്ച് വല്ല ഗഡുക്കളിലും വായിക്കുന്നവരാണ് കൂടുതൽ, മരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ. നേരെ മറിച്ച് ബൈബിൾ എപ്പോഴും വായിക്കാനുള്ള പുസ്തകമാണ്, പൂജിക്കാനുള്ള വിഗ്രഹമല്ല, പ്രയോഗിക്കാനുള്ള ആയുധമാണ്. ഒന്നുകൂടെ പറയാം, ബൈബിൾ പൂജിക്കുവാനുള്ള ഒരു വിഗ്രഹമല്ല, പ്രയോഗിക്കുവാനുള്ള ആയുധമാണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം ഇത് പ്രയോഗിച്ചുവോ അവിടെയെല്ലാം മാറ്റത്തിന് മാറ്റൊലി മുഴങ്ങി. എവിടെയെല്ലാം പ്രയോഗിച്ചുവോ അവിടെയെല്ലാം വിമോചനത്തിന് ശംഖനാദം മുഴങ്ങി. എവിടെയെല്ലാം ഇത് പ്രയോഗിച്ചുവോ അവിടെയെല്ലാം ജനങ്ങൾ മതങ്ങൾ കുഴിച്ച കുഴിമാടങ്ങളിൽ നിന്ന് കൂട്ടമായി ഉറക്കമെഴുന്നേറ്റ് സ്വാതന്ത്ര്യത്തിന്റെ വിശാല ഭൂമിയിലേക്ക് ആനയിക്കപ്പെടുകയുണ്ടായി. ബൈബിൾ അത് ലോകത്തെ ഒന്നടങ്ങ് വിളക്കി മറിച്ച അതുല്യമായ വിപ്ലവ സാഹിത്യമാണ്.
അതിനെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ അന്ധകാര ഭൂഖണ്ഡമെന്ന് അവരനാമത്തിൽ അറിയപ്പെട്ട ആഫ്രിക്കയുടെ അന്തർമേഖലയിൽ ചെന്ന് അവിടെയുള്ള മധ്യഭുക്കികളായ ആളുകളെ മാനവ സ്നേഹികളാക്കി മാറ്റിമറിച്ച ബൈബിൾ ഒരു കാലഘട്ടത്തിൽ മായ ഇങ്ക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്ന അമേരിക്കയുടെ മായികമായ മണ്ണിൽ ചെന്ന് അവിടെയുള്ള മായ ഇങ്ക മനുഷ്യരെയെല്ലാം മതിമാന്മാരാക്കി മാനത്തേക്ക് ഉയർത്തി ചന്ദ്രനിൽ ഇറക്കി അവിടെ നിന്ന് കല്ലും മണ്ണുമൊക്കെ വാരി ഇവിടെ കൊണ്ടുവന്ന് മനുഷ്യരെ കാണിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുന്ന മതിമാന്മാരാക്കി തീർത്ത ബൈബിൾ ഒരു കാലഘട്ടത്തിൽ കാടത്വത്തിന്റെ ഇതിഹാസ ഭൂമിയായിരുന്ന യൂറോപ്പിന്റെ ഉൾപ്രദേശങ്ങളിൽ ചെന്ന് അവിടെയുള്ള ആംഗ്ലോ സാക്സൺ ബാർബേറിയൻ വർഗങ്ങളെ ഉന്നതമായ സോപാനങ്ങളിലൂടെ നയിച്ച് ശാസ്ത്രപടുക്കളാക്കി മാറ്റിയ ഈ ബൈബിൾ ഒരു കാലഘട്ടത്തിൽ കാടത്വത്തിന്റെ കാവാലികത്വത്തിന്റെ അജ്ഞതയുടെ ഇതിഹാസ ഭൂമിയായിരുന്ന അറേബ്യൻ മരിക്കാടുകളിൽ ചെന്ന് അവിടെയുള്ള കാടന്മാരായ അറബികളെ കഴുതപ്പുറത്ത് നിന്ന് കാറുകളിലേക്ക് കുടിലുകളിൽ നിന്ന് കനകമണി മന്ദിരങ്ങളിലേക്ക് പറഞ്ഞയച്ച ബൈബിൾ ഒരു കാലഘട്ടത്തിൽ അക്ഷരം വിലക്കപ്പെട്ട അടിമത്വത്തിന് വിധിക്കപ്പെട്ട അവശ്യർ എന്ന് എഴുത്തള്ളപ്പെട്ട ഇന്ത്യയിലെ അവശ്യ അവർണ അടിമ വർഗങ്ങൾക്ക് അക്ഷരം നൽകി അറിവ് നൽകി ആവേശം നൽകിക്കൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാങ്കേതിക വിശേഷമാണ് ബൈബിൾ. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യാം. ഈ പുസ്തകത്തെ സംബന്ധിച്ച് അത് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ജനകോടികൾ ഉറക്കമുള്ളത്. ഒരു കാലത്തിൽ എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സമയം പോകുമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാലത്തിൽ ദ്രാവിഡ വർഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവിടത്തെ അറിയപ്പെടുന്ന എല്ലാ കവികളും കവിയത്രികളുമെല്ലാം. അമുയാർ എന്ന പാണത്തി, കപിലൻ എന്ന പാണ്, അതുപോലെ വെണ്ണിക്കുറത്തി എന്ന കുറത്തി, അതുപോലെ എത്രയെത്ര ആളുകളാണ്. അവരെല്ലാം പഴയ വർഗങ്ങളിൽപ്പെട്ടവരാണ്. അങ്ങനെ ഈ കുറത്തിവാടിയ നാട്ടിൽ, പാണത്തിവാടിയ നാട്ടിൽ ഒരു ചിറൈ പെരിയനാനെന്ന ഓച്ചിറക്കാരൻ പറയൻപാടിയ മണ്ണിൽ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ പറയനും പുരയനും തുറവനും പഠിക്കുവാൻ പാടുവാൻ അവകാശമില്ലെന്ന് എഴുതി വെച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ നാം അറിയുന്നത് പോലെ തന്നെ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ അവര് കുറെ പള്ളികൾ മാത്രം ഉണ്ടാക്കാതെ പള്ളിയോട് ചേർത്ത് കൂടങ്ങൾ ഉണ്ടാക്കി, സമം പള്ളിക്കൂടം. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ പള്ളിയോട് ചേർത്ത് കൂടങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ആ പള്ളിക്കൂടത്തിൽ ചെന്ന് 10 അക്ഷരം പഠിച്ചത് കൊണ്ടാണ് പൽപ്പു ഡോക്ടർ പൽപ്പു ആയത്. അതുകൊണ്ടാണ് കുമാരനാശാൻ മഹാകവിയായത്. അതുകൊണ്ടാണ് ഞാനും ആണ് എന്ന് ചിലരൊക്കെ കയ്യും പൊക്കി നടന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ അക്ഷരവും കാണുകയില്ല, അറിവും നേടുകയില്ല, വെളിച്ചവും കാണുകയില്ല. ഇന്നും അടിയനായി അടിമയായി അടിയായ്മയെ കഴിഞ്ഞുകൂടേണ്ടതാണ്. അതെല്ലാം മാറ്റി മറിച്ചത് ഈ ബൈബിൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് കാണപ്പെടുന്ന ഈ ലോകത്തിന് ഗതി തന്നെ അത് മാറ്റിയിട്ടുണ്ട്. ഈ ലോകത്തെ മൊത്തം മാറ്റിമറിക്കുക 14-ാം നൂറ്റാണ്ട് മുതലുള്ള ബൈബിളിന്റെ പ്രചരണത്തിന് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ബൈബിൾ വായിക്കണം എന്ന് ശുപാർശ ചെയ്ത് ഞാൻ ആദ്യത്തെ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈബിളിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അടുത്തതായി ഞാൻ ബൈബിളിലെ 2 പ്രമേയങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബൈബിളിലെ ഒന്നാമത്തെ പ്രമേയം ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ വലിയ തിട്ടമല്ല, നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ബൈബിൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ ദൈവത്തെ വഴിക്കവലകളിൽ നിന്ന് ഇതുപോലെ പന്തലൊക്കെ ഇട്ടും അവിടെയെല്ലാം പ്രസംഗിക്കുന്ന ഒരുതരം ചങ്കൂറ്റമല്ലാതെ പിന്നെ എന്താണ്? അവിടെ ദൈവം ഉണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നു? ദൈവം ഇല്ല എന്ന് പറയുന്ന നാസ്തികന്മാർ ലോകത്തിലുണ്ട്. അതുപോലെ തന്നെ ദൈവം ഉണ്ടെന്ന് പറയുന്ന ഞങ്ങളെപ്പോലുള്ള ആസ്തികന്മാർ ലോകത്തിലുണ്ട്. ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്ന് പറയുന്ന സന്ദേഹവാദികളും ഇവിടെയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെല്ലാം തന്നെ മറുപടി പറയുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ദൈവമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനിയും പോകുകയില്ല, ഹിന്ദുവും പോകുകയില്ല, മുസൽമാനും പോകുകയില്ല. അത് ഞങ്ങളുടെ ചെവിയിൽ എത്തിയാൽ ഞങ്ങൾ അപ്പോൾ തന്നെ കൈയോടെ മറുപടി പറഞ്ഞിരിക്കും. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം ഒരു യാഥാർത്ഥ്യമാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. ഈശ്വരൻ ഒരു യാഥാർത്ഥ്യമാകുന്നു. കാര്യകാരണം വാദന്യായേന ബൈബിൾ പ്രഖ്യാപനം ഇതാണ്: ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തിന് ഒരു കാരണം വേണം. ആ കാരണമാണ് ദൈവം. ഇത് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 സൂക്തങ്ങളിൽ പണ്ഡിതപര്യന്യനായ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുക. ബാദരായണന്റെ കാര്യകാരണവാദം നമുക്കറിയാം. അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെ കാര്യകാരണവാദം നമുക്കറിയാം. ആ കാര്യകാരണവാദം ബൈബിളിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ ആദ്യ ഭാഗത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ നിത്യതയുടെ വിളംബരമാണ്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ തരി താര സൂര പാരാപാര പർവ്വത പർവ്വതാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ട
അഖിലാണ്ട ഘടാകത്തിന് ജന്മം കൊടുത്ത അഖിലാണ്ടത്തിന് ഉടയവനായ ദൈവം സൃഷ്ടികർത്താവാണ്. ആ സൃഷ്ടികർത്താവായ ദൈവം സൃഷ്ടികർത്താവായുള്ളത് കൊണ്ട് അവനെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും ഈ പ്രപഞ്ചം സാധിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചമെന്ന മഹാപുസ്തകം വായിക്കുന്ന ആർക്കും ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാടെന്ന് പറയുന്നത് ഈ പുസ്തകം തന്നെയാണ്, ഈ പ്രപഞ്ചം തന്നെയാണ്. അവിടെ കിടക്കുന്ന ഈ പർവ്വതങ്ങളും കടലുകളും അതും ഇതും എല്ലാം കൂടെ അധ്യായങ്ങളായിട്ട് ദൈവത്തിന്റെ അവദാനങ്ങൾ പ്രകീർത്തിക്കുക. അതുകൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ അസ്തിത്വത്തിന്റെ വിളംബരമാകുന്നു. മാത്രമല്ല, ദൈവം തന്റെ വെളിപ്പാട് പല നിലയിലുമാണ് ലോകത്തിന് വെളിപ്പെടുത്തിയത്. അതൊക്കെ വിശദീകരിക്കുന്നില്ല. ദൈവം ഒരു യാഥാർത്ഥ്യമാകുന്നു, ഈ പ്രപഞ്ചം അത് വിളംബരം ചെയ്യുന്നു. രണ്ടാമത്, ബൈബിൾ അത് വിളംബരം ചെയ്യുന്നു. ബൈബിൾ വിളംബരം ചെയ്യുന്ന ദൈവത്തിന് ലോകത്തിലെ മറ്റു ദൈവങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസമുണ്ട്. ലോകത്തിൽ നാം അറിയുന്നിടത്തോളം ബഹുദൈവ വിശ്വാസമാണ് ഒരു കാലത്ത് വളർന്നു വലുതായിരുന്നത്. ഏകദൈവ വിശ്വാസം ഒരുപക്ഷെ മാനവോത്പത്തിയുടെ ശൈശവദശയിൽ ഉണ്ടായിരിക്കാം. അത് അല്പം കൂടെ കഴിഞ്ഞപ്പോൾ എവിടെയും വളർന്നതും വലുതായതുമെല്ലാം ബഹുദൈവ വിശ്വാസമാണ്. ബഹുദൈവ വിശ്വാസത്തിന് പ്രചാരം കൊടുക്കുവാനും പ്രോത്സാഹനം കൊടുക്കുവാനും ഒക്കെ രാജാക്കന്മാരും ധനികന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം വളർന്നു വലുതായിരുന്ന കാലഘട്ടത്തിൽ നാം അറിയുന്നത് പോലെ ഈജിപ്ത് എന്ന് പറയുന്ന പ്രാചീന നദീതട സംസ്കാരത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ മോശെ ഒരു പ്രഖ്യാപനം നടത്തി. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് റാ എന്ന പേരിലും ആമൺ എന്ന പേരിലും സൂര്യൻ ആരാധിക്കപ്പെട്ടപ്പോൾ ഹാഥോർ എന്ന പശുദേവതയും ആരാധിക്കപ്പെട്ടു. അങ്ങനെയുള്ള അനേകം ദേവീ ദേവന്മാരെ ആരാധിച്ചിരുന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് മോശ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: അല്ലയോ ഇസ്രായേലേ, കേൾക്കാം, നിന്റെ നാഥൻ ഏകനാകുന്നു. ഇത് അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം, ഏകേശ്വര വിശ്വാസത്തിന്റെ ഉച്ചസ്ഥിരമുള്ള ഉദ്ഘോഷണമായിരുന്നു. എന്നാൽ അധികം താമസിച്ചില്ല, ഈ ബഹുദൈവ വിശ്വാസ പ്രമാദത്തിന് അടിപെട്ടുപോയ ഈജിപ്തിലെ രാജാവ് സഹിതം ഏകേശ്വര വിശ്വാസികളായി മാറി. 1445 മോശ പ്രഖ്യാപിച്ചു ദൈവം ഏകനാകുന്നു എന്ന്. 1375 ഈജിപ്തിലെ രാജാവാണ് ഇഗ്നറ്റോൺ പ്രഖ്യാപിച്ചു ദൈവം ഏകനാകുന്നു എന്ന്. ഇഗ്നറ്റോൺ പ്രഖ്യാപിക്കുക മാത്രമല്ല, തന്റെ രാജ്യത്തെ ഏകദൈവ വിശ്വാസത്തിന്റെ വിളമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാവുന്നത് BC-യുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കുറെ അല്പം മുന്നോട്ട് വരുമ്പോൾ BC 750 അനേകേശ്വര വിശ്വാസത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്ന പേർഷ്യൻ നാടുകളിൽ നിന്നുകൊണ്ട്, മിത്രമതത്തിന്റെ ജന്മഭൂമിയും കർമ്മഭൂമിയായിരുന്ന പേർഷ്യൻ നാടുകളിൽ നിന്നുകൊണ്ട് സ്വരാഷ്ട്ര പ്രഖ്യാപിച്ചു ഈശ്വരൻ ഏകനാകുന്നു. അവിടുത്തെ നാമം അങ്കുരമസ്ത, വെളിച്ചത്തിന്റെ ദൈവം. കാലം പിന്നെയും പുരോഗമിച്ചു, ക്രൈസ്തവ യുഗം ആരംഭിച്ചു. ക്രൈസ്തവർ ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് ലോകത്തോട് അനവരതം വിളംബരം ചെയ്തത് ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു, ദൈവം ഒരു യാഥാർത്ഥ്യമാകുന്നു, ആ ദൈവം ഏകനാകുന്നു എന്ന് ഞങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണിലും പ്രസംഗിക്കുകയുണ്ടായി. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ എല്ലായിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. കാലം പിന്നെയും പുരോഗമിച്ചു. AD ശതകങ്ങൾ, AD 7-ാം നൂറ്റാണ്ടായപ്പോൾ മുഹമ്മദ് നബി രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം പ്രഖ്യാപിച്ചു ഏകേശ്വര വിശ്വാസം. പക്ഷേ നമ്മുടെ ബൈബിളിൽ പറയുന്ന ഏകേശ്വരൻ അല്ല ഖുറാനിൽ പറയുന്നതെന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതുപോലെ അദ്ദേഹം ചെയ്തത്, അന്ന് സൗദി അറേബ്യയിൽ മക്കായിലെ കാബ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തിന് 1 എന്ന ക്രമത്തിൽ 360 ചന്ദ്രവർഷം 360 ദിവസങ്ങൾക്ക് 360 ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരുന്നു. അവിടെ മുഹമ്മദ് ചെന്നിട്ട് ചെയ്തത് ഇങ്ങനെയാണ്: അതിൽ പ്രധാനപ്പെട്ട ദേവനായിരുന്നു അള്ളാഹ്. അവിടെ മുഹമ്മദ് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഗോത്ര ദൈവമായ അള്ളാഹിനെ വെച്ചിട്ട് ബാക്കി 359 അടിച്ചു തകർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബ പരദേവതയായ അല്ലാഹു അല്ലാതെ നിങ്ങളുടെ 359 ദൈവമല്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ ലാ ഇലാഹിക്ക് വേറെ അർത്ഥമില്ല എന്ന് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഖുറാനിൽ പറയുന്ന അല്ലാഹു ബൈബിളിൽ പറയുന്ന ദൈവവുമായി ഒരു ബന്ധവുമില്ല. ബൈബിളിൽ പറയുന്ന ദൈവത്തിന്റെ പേര് ഏലോഹീം, ഉൽപ്പത്തി 1:1. അത് കഴിയുമ്പോൾ പിന്നെ ഉൽപ്പത്തി പുസ്തകത്തെ വായിക്കുന്നത് ദൈവം തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നാണ് ദൈവം അരുളി ചെയ്തത്. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോശെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ചോദ്യം, ദൈവമേ നിന്റെ പേര് എന്ത്? അതാണ് അദ്ദേഹത്തിന് നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇതൊരു പേരല്ലെന്ന് നമുക്കറിയാം. ഇതൊരു പേരാണോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പേരല്ല, ഇത് കാലവാച്ചിയായിരിക്കുന്ന ഒരു ശബ്ദമാണ്. ഇതിൽ ഭൂതമില്ല, ഭാവിയില്ല.
ദൈവം സ്ഥിരമായി വർത്തമാനമാണ് എന്ന് പറഞ്ഞാൽ ശാശ്വതനായ ദൈവത്തിന് ഭൂതഭാവികളില്ല. അതുകൊണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് ദൈവത്തിന്റെ പ്രഖ്യാപനം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മൂന്നർത്ഥത്തിലും ദൈവത്തെക്കുറിച്ച് പറയുന്നത് പോലെ ബൈബിളിൽ പറയുന്ന ദൈവമല്ല ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ബൈബിൾ എവിടെയെല്ലാം എത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ഏകേശ്വര വിശ്വാസം വിളംബരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ ചെയ്ത ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഏകേശ്വര വിശ്വാസം. ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിന്റെ 1ാമത്തെ വോള്യത്തിൽ ഇങ്ങനെ എഴുതി. കഴിഞ്ഞ കാലത്ത് നമ്മുടെ പ്രസിഡന്റായിരുന്ന 20ാം നൂറ്റാണ്ട് കണ്ട ലോകോത്തര ദാർശനികനായ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഒരുപറ്റം ദേവീ ദേവന്മാർ സൃഷ്ടിക്കുന്ന അരാജകത്വത്തെക്കാൾ യുക്തവും സരളവുമായിട്ടുള്ളത് ഏകദൈവ വിശ്വാസം. ഈ വിശ്വാസം ആദ്യമായി അംഗീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ജനത, എബ്രായ ജനത. ഞാനല്ല പറയുന്നത്, ഡോക്ടർ രാധാകൃഷ്ണൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം പറയാൻ കഴിയും, ബൈബിൾ എവിടെയെല്ലാം എത്തി ജനകോടികൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരായി. ഈ ഏകദൈവം എന്ന് പറഞ്ഞാൽ ചത്ത് ചടഞ്ഞൊരു ദൈവത്തെ അല്ല നമ്മൾ സ്വീകരിക്കുന്നത്, ജീവനുള്ള ദൈവം. ബൈബിൾ പ്രഖ്യാപിക്കുന്നു ജീവനുള്ള ദൈവം. അത് മാത്രമല്ല, ആ ദൈവത്തിന്റെ സ്വഭാവം നാനാ ഗുണാതിശയങ്ങളുള്ളവനാണ് ഈശ്വരൻ. ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 1 തീമോത്തേസ് 6-ാം അധ്യായം 15-16 സൂക്തങ്ങളിൽ വായിക്കുന്നത്, ആരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, മനുഷ്യരാരും ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ. ഇങ്ങനെയുള്ള ദൈവത്തെ ആരും ഒരിക്കലും കാണാതിരിക്കുന്നു. ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയുന്നത് അവൻ സത്യമാകുന്നു. യോഹന്നാൻ 3:33 ദൈവം സത്യവാൻ. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു. 1 യോഹന്നാൻ 1:5 ദൈവം വെളിച്ചമാകുന്നു. 1 യോഹന്നാൻ 2:29 ദൈവം നീതിമാനാകുന്നു. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 5:20 ദൈവം ജീവനാകുന്നു. ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളാണ്. ഈ ഗുണലക്ഷണങ്ങളോടുകൂടിയവനാണ് ബൈബിൾ പറയുന്ന ദൈവം. അതുകൊണ്ട് ഈശ്വരൻ ഏകനാണ്. അതുകൊണ്ട് ഇത്യാദി സകലവിധമായ ഗുണങ്ങളുടെയും വിളനിലമാണ്. അഥവാ ഈ സമസ്ത സൽഗുണങ്ങളും ഒരുപോലെ മൂർത്തിമദ്ഭാവം കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ സത്താവിശേഷയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഈശ്വരൻ യാഥാർത്ഥ്യം ബൈബിൾ ഇത് വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് ബൈബിളിന് മാത്രമേ യഥാർത്ഥം ഈശ്വരനെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഈ ബൈബിളിൽ പറയുന്ന മറ്റൊരു പ്രമേയം, അത് 2 പോയിന്റുകൾ 3 പോയിന്റുകൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഒന്ന്, ബൈബിൾ പറയുന്ന മറ്റൊരു പ്രമേയം എന്നെയും നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കതിന് മനുഷ്യൻ എന്ന് പേര് കൊടുക്കാം. മനുഷ്യൻ എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ്. നമ്മൾ തന്നെ മനുഷ്യരാണ്. പിന്നെ കാണുന്നതും ഇരിക്കുന്നതും ചലിക്കുന്നതും എല്ലാം മനുഷ്യനോടൊപ്പമാണ്. അപ്പോൾ എന്താണ് ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ? മനുഷ്യൻ, മാക്സിം ഗോർക്കി പറഞ്ഞു, എത്ര സുന്ദരമായ പദം, റഷ്യൻ സാഹിത്യകാരൻ. മനുഷ്യൻ കൗതുകം, മറ്റൊരു ശാസ്ത്രകാരൻ. മനുഷ്യൻ ദൈവത്തിന്റെ അഭൂതപൂർവമായ സൃഷ്ടിവിശേഷം, മറ്റൊരു സാഹിത്യകാരൻ. ഇങ്ങനെ മനുഷ്യനെ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് മനുഷ്യൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്താണ് മനുഷ്യൻ? 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന ഒരു സവിശേഷ ജീവി. അതിന്റെ പേരാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരം. ഒന്ന്, പരിണാമവാദികളും ഭൗതികവാദികളും പറയുന്ന മറുപടി. അവർ പറയുന്നത്, എനിക്കും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൈറ്റ് ഹോട്ട് മാറ്റർ, അതായത് ഭൂമി മുതൽ സൂര്യൻ വരെ അകലമുള്ള വലിയൊരു പിണ്ഡം, അത് എനിക്കും നിങ്ങൾക്ക് പറഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ പൊട്ടിത്തെറിച്ചു. അങ്ങനെ പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് കഷണങ്ങളായി മാറി. അത് പിന്നെയും പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തെറിച്ചുകൊണ്ടിരുന്ന് ഓരോ സ്ഥലത്തായി ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഗാലക്സികൾ ഉണ്ടായത്. അങ്ങനെയുള്ള ഗാലക്സികളിൽ ഓരോ ഗാലക്സികൾക്കും ഇടയിൽ പ്രകാശവർഷങ്ങളുടെ അന്തരാളം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗാലക്സികൾ ഇവിടെയുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ, അല്ലെങ്കിൽ ക്ഷീരപഥം, അല്ലെങ്കിൽ ആകാശഗംഗ. ഈ നമ്മുടെ ഗാലക്സിയിൽ തന്നെയുള്ള ഈ സൗരയൂഥം ഉണ്ടല്ലോ, അതിൽ തന്നെ ആയിരക്കണക്കിന് സൗരയൂഥം. അപ്പോൾ മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സിയിൽ ആയിരക്കണക്കിന് സൗരയൂഥങ്ങളുള്ളത് ഒന്നാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ ഈ സൗരയൂഥത്തിൽ 32 ഗോളങ്ങളുണ്ട്. ആ 32 ഗോളങ്ങളിൽ 9 പ്രധാനപ്പെട്ട ഗോളങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഭൂമി. ഈ ഭൂമിയും മറ്റു ഗോളങ്ങളെ പോലെ ഒരിക്കൽ കത്തി എരിഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ എങ്ങനെ ഉണ്ടായി വന്ന മഴ. ആ മഴ കൊണ്ട് ആദ്യമായി വെള്ളമുണ്ടായി. വെള്ളത്തിൽ അമീബയുണ്ടായി. അമീബയിൽ നിന്നും ഹൈഡ്ര മുതൽ ആംഫിയോക്കസ് വരെ നിരന്തരമായ ജീവപരിണാമങ്ങൾ ഉണ്ടായി. പിന്നെയും പരിണാമം, പരിണിത ഫലം, ജാവ മനുഷ്യൻ. പിന്നെയും പരിണാമം, പരിണിത ഫലം, പീക്കിംഗ് മനുഷ്യൻ. പിന്നെയും പരിണാമം, പരിണിതഫലം, നിയാണ്ടർത്താൽ മനുഷ്യൻ. പിന്നെയും പരിണാമം, പരിണിതഫലം, ഏറ്റവും സങ്കീർണ ജീവിയായ ഹോമോ സാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ഹോമോ ഇറക്സ് ഗ്രൂപ്പിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായി. ഈ മനുഷ്യന് പരിണാമവാദികൾ കൊടുത്ത പേരിതാണ് മൃഗം.
ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ ഫ്രോയിഡ് മനുഷ്യനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: Man is a political animal in nature. മനുഷ്യൻ പ്രകൃതിയിലെ രാഷ്ട്രീയ ജന്തുവാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതുപോലെ മറ്റു പലരും മനുഷ്യനെ മൃഗമായി തന്നെ കണ്ടെത്തി. എന്നാൽ നാം അറിയുന്ന പോലെ 18-ാം നൂറ്റാണ്ട് കണ്ട ലോകോത്തര ദാർശനികനായ ജൂലിയൻ അക്സിലി ഒരു പ്രഖ്യാപനം നടത്തി: മനുഷ്യനെ ഒരിക്കലും മൃഗമെന്ന് വിളിക്കാൻ പാടില്ല. കാരണം അവന് മാത്രമാണ് ഭാവനാ സമ്പന്നതയുള്ളത്. ഭാവനാ സമ്പന്നത 1200 ഗ്രാം തൂക്കമുള്ള തലച്ചോറിന്റെ ഉടമയായ മനുഷ്യൻ, അവന് മാത്രമാണ് ഭാവനാ സമ്പന്നത. എന്താണ് മനുഷ്യന്റെ ഭാവനാ സമ്പന്നത? അത് ഞാൻ വിശദീകരിക്കുന്നതിൽ അക്സിലിക്ക് ഞാനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. ഭാവനാസമ്പന്നനായ മനുഷ്യനെ മൃഗമെന്ന് വിളിക്കരുത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാക്ക പറഞ്ഞു, 5000 അങ്ങനെ വെച്ചോ, അതുകൊണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് കാക്ക പറഞ്ഞു കാക്ക. 5000 വർഷം കഴിഞ്ഞിട്ട് കാക്ക പറയുന്നു കാക്ക, മാറ്റമൊന്നുമില്ല. അതുപോലെ 5000 വർഷങ്ങൾ കുയില് പാടി കൂഹു, 10000 വർഷം കഴിഞ്ഞിട്ട് കുയില് പാടുന്നു കൂഹു, മാറ്റമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഓരോന്നും അതിൻ്റെതായ ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. നേരെ മറിച്ച് മനുഷ്യനെ നോക്കുക, അവന്റെ ശബ്ദത്തിന് എന്തെല്ലാം വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാ ജീവരാശികൾക്കും ഒരു തരത്തിൽ ഭാഷയുണ്ട്. ഊർന്നു പോകുന്ന ഉറുമ്പുകൾക്ക് ഒരു ഭാഷയുണ്ട്, പറന്നു കിടക്കുന്ന പക്ഷികൾക്ക് ഭാഷയുണ്ട്. അതുപോലെ ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന ഇണപ്പക്ഷി ഇണത്തിലൊന്ന് പാടിയാൽ ദൂരെ ഇരിക്കുന്ന ഇണപ്പക്ഷി പാറിപ്പടന്ന് അടുത്ത് വരുന്നു, പ്രേമസല്ലാപം നടത്തുന്നു, കലവില പറയുന്നു, അല്പം നാര് കൊത്തിയെടുക്കുന്നു, എവിടേക്ക് പോകുന്നു നമുക്കറിഞ്ഞുകൂടാ. അടുത്തുനിന്ന് ഒരു കൂടി കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇവയ്ക്ക് ദൂരെ ഇരിക്കുന്ന ഇണയെ അടുക്കലേക്ക് വിളിക്കാൻ, ആശയവിനിമയം നടത്താൻ, നാര് കൊത്തിയെടുക്കാൻ, ഒരു ദിശയിലേക്ക് പാഞ്ഞു പോകാൻ, അവിടെ ചെന്ന് കൂട് കെട്ടാൻ, ഡാഷ് ഡാഷ്, അതൊക്കെ അതറിയാം. ചുരുക്കി പറഞ്ഞാൽ അതിനൊരു ഭാഷയുണ്ട്. പക്ഷേ ഈ കളകൂചന മുതിരുന്ന കുയിലുകളെല്ലാം കൂടെ ചേർന്ന് ഇത്രയും കാലം പാടിയിട്ടും പറഞ്ഞിട്ടും ഇതുവരെ 2 അക്ഷരം ഉണ്ടായിട്ടില്ല, ഒരു കവിത ഉണ്ടായിട്ടില്ല. ഷെല്ലി, ആശ, കീത്ത് തുടങ്ങിയ കവികൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു വരി പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മഹത്തായ ആനകളുണ്ടല്ലോ, വലിയ ജീവിയായ ആന, ആനയ്ക്ക് എഴുതാനുള്ള ഒരു അവയവം കൂടെ ഉണ്ട്. എഴുതാനെന്ന് ഞാൻ പറഞ്ഞ തമാശ. അതുകൊണ്ട് എഴുതാനുള്ള ഒരു തുമ്പിക്കൈയുണ്ട്. 4 കാലും വാലും കൂടാതെ പ്രത്യേകിച്ചൊരു അവയവം. അത് ആ അവയവം അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാൽ നമുക്ക് 5-6 അക്ഷരം വഴി പഠിക്കാമെന്ന് ഒരു ആന ഇന്നുവരെ വിചാരിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ആനകൾക്ക് ഭാഷയുണ്ട്, അത് വേറൊരു നിലയിലാണ്. ഉദാഹരണത്തിന് നാട്ടിലെ ഒരാന നേരെ കാട്ടിലെത്തിയാൽ ഉടൻ തന്നെ കുറെ കാട്ടാനകളെല്ലാം കൂട്ടം കൂടുന്നു. നമ്മുടെ ഐക്യമുന്നണി സർക്കാരുണ്ടല്ലോ, ഇതുപോലെ കാട്ടാനകളെല്ലാം കൂടെ കൂട്ടം ചേർന്ന് ഈ കാട്ടാനയുടെ മറ്റൊരു കാട്ടാന ചെവിയിൽ എന്തോ പറഞ്ഞു, നമുക്ക് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞു തന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ നാട്ടാനയെ കാട്ടാനകൾ കുത്തിക്കൊന്നു. അപ്പോൾ എന്താണ് ഈ കാട്ടാന മറ്റേ കാട്ടാനയോട് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഇവൻ കൂട്ടം വിട്ട് കാട് വിട്ട് നാട്ടിൽ ചെന്ന് മനുഷ്യനെ തൊട്ട് ഐത്തം ഭവിച്ച് കാട്ടിൽ മടങ്ങി വന്നതുകൊണ്ട് കൂട്ടത്തിൽ കൂട്ടാതെ തട്ടിക്കളയണം. ഇതാണ് ഈ കാട്ടാന മറ്റേ കാനയുടെ ഭാഷ. അതിനൊരു ഭാഷയുണ്ട്. പക്ഷെ ഈ ആനകളെല്ലാം കൂടെ ചേർന്ന് ഇന്ന് വരെ 2 വരി എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ സുമാർ അഴീക്കോടോ മുകുന്ദനോ അവർ ആരെങ്കിലും പറയുന്നത് 2 വരി എഴുതാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നോക്കിയ മനുഷ്യൻ അവന് എത്രമാത്രം ഭാഷകൾ, ലോകത്തിൽ 3000 ഭാഷകൾ, ഇന്ത്യയിൽ തന്നെ 1300 ഭാഷകൾ. ഓരോ ഭാഷയിലും എത്രയെത്ര ഖണ്ഡകാവ്യങ്ങൾ, എത്രയെത്ര മഹാകാവ്യങ്ങൾ, എത്രയെത്ര കഥകൾ, എത്രയെത്ര ചെറുകഥകൾ, എത്രയെത്ര നീണ്ട കഥകൾ. നീണ്ട കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്കെല്ലാം നാവിലൂടെ വെള്ളം വരും. എവിടെ മലയാളിയും എവിടെ ഉണ്ടോ അവിടെയെല്ലാം മംഗളമുണ്ട്, എവിടെ മംഗളമുണ്ടോ അവിടെയെല്ലാം മലയാളിയുണ്ട്. അതിൽ ഒരു നീണ്ട കഥ വായിക്കാതിരിക്കാൻ ഒക്കെയല്ലോ. ഓട്ടെ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നീണ്ട കഥ, എത്ര നീണ്ട കഥകളാണുള്ളത്. അത് പിന്നെ അതുപോലെ തന്നെ എത്രയെത്ര കാവ്യങ്ങൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ്റെതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം മനുഷ്യന്റെ പ്രത്യേകമായ വരപ്രാപ്തിയാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, മനുഷ്യനെ ഒരിക്കലും മൃഗമെന്ന് വിളിക്കാൻ പാടില്ല. മനുഷ്യന് മാത്രമാണ് ഭാവനാ സമ്പന്നത. അതൊക്കെ വിശദീകരിച്ചാൽ സമയം പോകും, അധികം വിശദീകരിക്കുന്നില്ല. ഇതാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള മനുഷ്യനെ മൃഗം എന്ന് വിളിക്കരുത്. ജൂലിയൻ അക്സിലി അവൻ ഭാവനാ സമ്പന്നനാണ്. ആ മനുഷ്യൻ ദൈവ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കണം. അവൻ ദൈവത്തിന്റെ സൃഷ്ടിയായ മഹാനായ മനുഷ്യൻ. ഈ മനുഷ്യനെ സംബന്ധിച്ച് 1-2 കുറിപ്പുകൾ ഞാൻ പറയും. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 1, സൃഷ്ടിയിൽ തന്നെ മഹാനാണ് മനുഷ്യൻ. ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഈശ്വരൻ എന്താണ് ഉപയോഗിച്ചത്? വാക്കുകൾ, ആഴി, ഊഴി, തരികൾ, താരങ്ങൾ, അണ്ടങ്ങൾ, മണ്ഡലങ്ങൾ, ബ്രഹ്മാണ്ഡ ഘടകം. ഉണ്ടായി വന്നു പ്രപഞ്ചം. ഉണ്ടാകട്ടെ ഈശ്വരൻ കൽപ്പിച്ച എല്ലാം ഉണ്ടായി വരുമെങ്കിൽ, ഉണ്ടാകട്ടെ ഈശ്വരൻ കൽപ്പിച്ചാൽ മനുഷ്യനും ഉണ്ടാകുമായിരുന്നു. ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാതെ താൻ ഉണ്ടാക്കിയ ലോകത്തിലെ ഒരു പിടി മണ്ണുകൊണ്ട് രൂപം കൊടുത്ത് അതിൽ ജീവശ്വാസം ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മനുഷ്യൻ മാറ്റി. അങ്ങനെ മനുഷ്യൻ സൃഷ്ടിയിൽ തന്നെ മഹാനാണ് മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ വിശിഷ്ടമായിരിക്കുന്ന കരുത്തുറ്റ കരാങ്കുലിയുടെ കമനീയമായ കലാകൗതുകമായ മനുഷ്യൻ സൃഷ്ടിയിൽ മഹാനാകുന്നു. 1.
രണ്ട്, ഈ സൃഷ്ടിയിൽ മഹാൻ എന്ന് മാത്രമല്ല, അവൻ മറ്റനേക കാര്യത്തിലുണ്ടെങ്കിലും എനിക്ക് സമയപരിമിതി കൊണ്ട് 2-3 കാര്യങ്ങൾ കൂടെ പറയാം. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിലയുള്ള ജീവിയാണ്. മനുഷ്യന്റെ മൂല്യം എന്താണ്? അടുത്ത സമയത്ത് ചാൾസ് മേയോ എന്നൊരു സയന്റിസ്റ്റ് പറഞ്ഞു. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് 6 രൂപ 40 പൈസ വിലയുണ്ട്. 2 ഇഞ്ചാണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ്, 2 ബാർ സോപ്പ് ഉണ്ടാക്കാൻ മതിയായ കൊഴുപ്പ്, 1200 തീപ്പെട്ടിക്കോൽ ഉണ്ടാക്കാൻ മതിയായ ഫോസ്ഫറസ്, 1-2 കരണ്ടി മഗ്നീഷ്യം, 5-6 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് കുമ്മായം കോഴിക്കൂട് വെള്ളയടിക്കാൻ കൊള്ളാം. അത്രയും ഉണ്ട്. ഇതിനെല്ലാം കൂടെ അങ്ങാടി കിട്ടുന്ന വില 6.40 എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ എല്ലാ സർക്കാരും കൂടെ ഭരിച്ച് മുടിച്ച് കൊള്ളയടിച്ച ഈ രാജ്യത്ത് എല്ലാത്തിനും 600 ഇരട്ടി വിലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് മനുഷ്യന്റെ വില, മനുഷ്യന്റെ ഭൗതികമായ ശരീരത്തിലെ വസ്തുക്കളുടെ വിലയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ വസ്തുക്കളെല്ലാം ചേർന്ന മനുഷ്യനുണ്ടല്ലോ, അത് ശരീരമാണ്. ഈ ശരീരം ഈ ചീനി വിളയോ അപ്പുറത്ത് വേറെ ഏതെങ്കിലും വിളയിലോ കിടന്നാൽ നാട്ടുകാരെന്ന് പറയും, അവിടെ നോക്കിയ അതുകൊണ്ട് എവിടെ കിടന്നാൽ അതിനെ ശവമെന്നല്ലേ വിളിക്കുന്നത്. ആരെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോൾ ശവം കണ്ടു, കുറെ പേര് സൂക്ഷിച്ചു നോക്കി, ഇത് മത്തായിയുടെ ശവമാണല്ലോ. അപ്പൊ വേറെ അല്ലല്ല, ഇത് മമ്മദിന്റെ ശവമാണ്. അപ്പൊ വേറെ ഇല്ല, ഇത് അപ്പുറത്ത് മാധവന്റെ ശവമാണല്ലോ എന്ന്. ഇവിടെ മാധവൻ കിടക്കുന്നു, മത്തായി കിടക്കുന്നു എന്നാരും പറയുന്നില്ല. മത്തായിയുടെ മമ്മദിന്റെ ശവമാണ് കിടക്കുന്നത്. അപ്പോൾ ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ശവമാണ് കിടക്കുന്നത്. ഈ ശവത്തിന്റെ വിലയാണ് ചാൾസ് മേയോ പറഞ്ഞത്, മനുഷ്യന്റെ വിലയല്ല. മനുഷ്യന്റെ വിലയാണെന്ന് പറഞ്ഞാൽ ഒരു വൃക്ക മാറ്റി വെക്കണമെങ്കിൽ എത്ര കൊടുക്കണം? 2 ലക്ഷം കൊടുക്കണം. അപ്പോൾ 2 വൃക്ക മാറ്റി വെക്കണമെങ്കിൽ 4 ലക്ഷം കൊടുക്കണം. വൃക്ക വ്യാപാരം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ മന്ത്രിതലത്തിലുള്ളവരുടെ ബന്ധപ്പെട്ടാണ് പണ്ട് ഇവിടെ വൃക്ക വ്യാപാരം നടന്നിരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞത്, വൃക്ക വ്യാപാരം വളരെ ശക്തിപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ കേരളം. സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, വൃക്കയ്ക്ക് കൊടുക്കണം ഇത്രയും വില. പിന്നെ ഉറുപ്പി രക്തം വേണം. ഗ്രൂപ്പ് അനുസരിച്ച് വില വ്യത്യാസം. മനുഷ്യന്റെ കാല്, കാത്, കണ്ണ്, കൈ ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ കമ്പോളത്തിൽ കൃത്രിമമായിട്ട് ചെയ്തു വെച്ചിട്ട് തീ പിടിച്ച വില. നിങ്ങൾക്ക് കിട്ടണം സൗകര്യമുണ്ടെങ്കിൽ, ഞാൻ താമസിക്കുന്ന അടുത്താണ് ആലുവ, അവിടെ ഇത് കൃത്യമായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം തീ പിടിച്ച വിലയാണ്. ഇതെല്ലാം പാഞ്ചഭൗതികമായ ശരീരത്തിലെ വസ്തുക്കളുടെ വിലയാണ്, മനുഷ്യന്റെ വിലയല്ല. മനുഷ്യന്റെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ എല്ലാവരും സമൂഹത്തിനാണ് വില കൽപ്പിച്ചത്. ഒരു മനുഷ്യന് ഇവിടെ ആരും വിലയൊന്നും പ്രത്യേകിച്ച് ഗണിച്ചില്ല. എല്ലാവരും സമൂഹത്തിന് വില. ബാബറി മസ്ജിദ്, അയോധ്യ, നിലയ്ക്കൽ എല്ലാം നമ്മെ വരയ്ക്കുന്ന പ്രശ്നം തന്നെ. അവിടെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ വില ആരും പ്രത്യേകിച്ച് പരിഗണിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും സമൂഹത്തിന്റെ വിലയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നാം അറിയുന്നത് പോലെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ വില ചൂണ്ടിക്കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മത്തായി 16:26 സൂക്തം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ഒരു മനുഷ്യൻ സർവ്വലോകത്തെക്കാളും വിലയുള്ളവനെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഒരു മനുഷ്യന്റെ വില സർവ്വലോകത്തെക്കാളും വലുതെന്ന് പറഞ്ഞ കർത്താവ് ഒരു വിശദീകരണം കൂടെ നൽകി. അത് മറ്റൊരു കർത്താവ് ലൂക്കോസ് എഴുതിയാണ്. അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ഒരുത്തന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ 1 കണ്ടെത്തും വരെ അന്വേഷിക്കാതിരിക്കുമോ? ഈ കഥ നമ്മുടെ കർത്താവ് പറയുന്ന കാലത്ത് ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിനോട് കണിശമായിട്ട് ഇങ്ങനെ പറയും: കർത്താവെ, കൈവശമുള്ളത് 99, കൈമോശം വന്നതൊന്ന്, കൈവശമുള്ള 99 വിട്ട് കൈമോശം വന്നവനെ തേടിപ്പോകുന്ന ബുദ്ധിമോശം. അങ്ങനെ യേശു ക്രിസ്തു ബുദ്ധിമോശം പറയുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? 99 വില ഇല്ലെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. 1 വില ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് യേശു ക്രിസ്തു. 1 വിലയുണ്ട്. 1 വിലയുണ്ടോ അതിന്റെ ഗുണങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങൾക്ക് ഒരു തേങ്ങയ്ക്ക് വില എത്ര മണ്ടരി ബാധിച്ച് പോയാലും ഒരു തേങ്ങയ്ക്ക് 1 രൂപയെങ്കിലും കിട്ടുമെങ്കിലല്ലേ 10 തേങ്ങ കൊണ്ടുവച്ചാൽ വില കിട്ടുകയുള്ളൂ. ഒരു തേങ്ങയ്ക്ക് വില കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ചന്തയിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടാൽ വില കിട്ടുമോ? 1 വിലയുണ്ടോ അതിന്റെ ഗുണങ്ങൾക്ക് വിലയുണ്ട്. 1 വിലയില്ലേ അതിന്റെ ഗുണം എത്ര വലുതായാലും അതിന് വിലയുണ്ടാകില്ല. അപ്പൊ 1ന്റെ ഗുണം അത് മനസ്സിലാക്കിയിട്ടാണ് യേശുക്രിസ്തു 1ന്റെ വില, അതാണ് യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തിന്റെ അറ്റത്തോളം പോകണം, സകല ജാതികളോട് ഈ സുവിശേഷം പറയണം. ആ 1ന്റെ വില മനസ്സിലാക്കിയ കർത്താവായ യേശുക്രിസ്തു നട്ടുച്ച വേളയിൽ നഗ്നപാതനായി അദ്ദേഹം നേരെ ചുട്ടുപഴുത്ത മണക്കാടിലൂടെ ശമരിയിലെ കിണറ്റിന്റെ കരയിൽ ചെന്ന് ഒരു സ്ത്രീയുമായി സംഭാഷണം ചെയ്തു. ആധ്യാത്മികമായ ചർച്ച. അതുപോലെ തന്നെ ശബ്ദനഗരിയായിരിക്കുന്ന യെരിഹോയുടെ തെരുവീച്ചിലൂടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തിയെ സന്ദർശിക്കുകയുണ്ടായി. ഒരു വ്യക്തി രാത്രിയുടെ യാമത്തിൽ യെരുശലേമിലെ നിക്കോദോമസിനെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ കർത്താവായ യേശു വ്യക്തിയുടെ വില മനസ്സിലാക്കിയാണ് താൻ പ്രവർത്തിച്ചിരുന്നത്. അതേ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, സകല ജാതികളോടും പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ജാതി മതഭേദം കൂടാതെ ഹരിജനോട്,
ഗിരിജനോട്, പട്ടികജാതി പട്ടികവർഗം, അവർണൻ സവർണൻ, വെള്ളക്കാരൻ നീഗ്രോ എന്ന് ഭേദമില്ലാതെ എല്ലായിടത്തും എല്ലാവരോടും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയവനാണ്. ഈ വില അവന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് മനുഷ്യന്റെ വില എന്ന് നാം മനസ്സിലാക്കണം, ഏറ്റവും വിലയുള്ളവൻ. പക്ഷേ നമ്മുടെ രാജ്യത്ത് പട്ടിക്ക് വിലയുണ്ട്. നല്ലൊരു പട്ടിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം? ഊട്ടിയിലൊക്കെ ചെന്നാൽ 5000 മുതൽ 15000, 20000 വരെ വിലയുള്ള പട്ടിക്കുട്ടികളുണ്ട്. അതിന് വിലയുണ്ട്. നമ്മുടെ രാജ്യത്ത് പശുവിനും വിലയുണ്ട്. ഇവിടെ പക്ഷെ നിർഭാഗ്യവശാൽ ഏതിനെങ്കിലും വില ഇല്ലാതെയുണ്ടെങ്കിൽ അത് മനുഷ്യനാണ്. മനുഷ്യൻ വേട്ടയാടുന്ന, ഹീനമായി കൊന്നൊടുക്കുന്ന ഇത്രയും അധപ്പതിച്ച രാജ്യം. അതുതന്നെയാണ് അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ മന്ത്രിമാരെ ഞാൻ ശാസിക്കുക. മാത്രമല്ല, ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ സർക്കാരിനെ വിമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, ഏത് സർക്കാരും ശരി. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, എന്തുകൊണ്ട് ഇവിടെ ഇന്ന് ഇതെല്ലാം നടക്കുന്നു? പക്ഷേ ക്രൈസ്തവ വീക്ഷണം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അത് പഞ്ചാബിൽ ഹിന്ദു കൊല്ലപ്പെട്ടാൽ, കാശ്മീരിൽ മുസ്ലിം കൊല്ലപ്പെട്ടാൽ, കൊല്ലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടാൽ, തലശ്ശേരിയിൽ RSSകാരൻ കൊല്ലപ്പെട്ടാൽ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ വെള്ളക്കാരൻ കൊല്ലപ്പെട്ടാൽ, അമേരിക്കയിൽ കറുത്തവൻ കൊല്ലപ്പെട്ടാൽ, അവരെല്ലാം ഒരുപോലെ മനുഷ്യനായി കണ്ടുകൊണ്ട് ആ മാനവികതയുടെ സ്വഭാവത്തിൽ വിലയിരുത്തുവാൻ ക്രൈസ്തവ ദർശനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഭാവത്തിൽ അവന്റെ വില ബൈബിൾ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് എല്ലായിടത്തുമുള്ള എല്ലാവരോടും ഞങ്ങൾ ഇത് പ്രോത്സാഹിക്കുന്നു. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരിക. മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും മഹത്തായ ഒന്ന്, പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആത്മീയ ജീവി മനുഷ്യൻ മാത്രമാണ്. പ്രപഞ്ചത്തിലെ ആത്മീയ ജീവി മനുഷ്യൻ മാത്രമാണെന്ന് പറയുമ്പോൾ അവനെ എന്തുകൊണ്ടാണ് ആത്മീയ ജീവി എന്ന് വിളിക്കുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ 8 ലക്ഷം ജീവികളുണ്ടെന്ന്, 8 കോടി ഉണ്ടെന്നൊക്കെ പറയും. ഏതായാലും 8 ലക്ഷം ജീവരാശികൾ ഉണ്ടെങ്കിൽ അത് വിശേഷിച്ചവനാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ മാത്രമാണ് ആത്മീയമായ കാര്യങ്ങൾ താല്പര്യം കാണിക്കുന്നത്. നമ്മുടെ ഈ യോഗത്തിന്റെ ബാനറൊക്കെ ഇവിടെ വലിച്ചു കെട്ടി, നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വിളിച്ചു പറയുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നാണല്ലോ പശു, നായ്, പട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ കൂർമ്മ ബുദ്ധിയുള്ള, കുറ്റകൃത്യങ്ങൾ കുറവ് കൂടാതെ കണ്ടെത്താൻ കഴിയുന്ന ഈ നായ്ക്കൾ അത്തരം കൂർമ്മ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡോഗ് സ്ക്വാഡ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള കഴിവ്, അത്രയും ബുദ്ധിയുള്ള നായ്ക്കൾ ഇവിടെയുണ്ട്. അതുപോലെ നമ്മൾ വിശിഷ്ട ജീവിയായി കരുതുന്ന പശുക്കൾ ഇവിടെയുണ്ട്. വിലയേറിയ ആനകൾ അങ്ങേ പറമ്പിലെങ്കിലും കാണും. അവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ളിടത്തും ഒക്കെ നടക്കുന്ന ഈ യോഗങ്ങളിൽ 10 പശുക്കൾ ഇങ്ങോട്ട് വരാനുണ്ടോ ഈ പ്രസംഗം കേൾക്കാൻ? 10 പശുക്കൾ പ്രസംഗം കേൾക്കാൻ വരാറുണ്ടോ? 10 ബുദ്ധിയുള്ള നായ്ക്കൾ ഇങ്ങോട്ട് വന്ന് പ്രസംഗം കേൾക്കുന്നുണ്ടോ? പക്ഷെ മനുഷ്യന് മാത്രമാണ് ഇതില്ല. അവനാണ് എല്ലാം വേണ്ടത്. അവനാണ് ആധ്യാത്മിക ചിന്ത. ഈ മനുഷ്യനല്ലേ കാശി പോകുന്നത്, അവനല്ലേ അതുപോലെ തന്നെ മക്കായി പോകുന്നത്, അവനല്ലേ മറ്റ് പല സ്ഥലത്തും വേളാങ്കണ്ണി, ആ കണ്ണി, ഈ കണ്ണിയിലൊക്കെ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇവിടെയെല്ലാം ഓടി നടക്കുന്ന മനുഷ്യനാണ്. കോടികൾ നേടി കോടീശ്വരന്മാരായിട്ടും പിന്നെ ഈ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മനുഷ്യൻ എവിടെയൊക്കെ പരക്കം പായുന്നത്. പിന്നെയും എന്തിനോ വേണ്ടിയുള്ള ആർത്തി, ആധ്യാത്മികമായ അന്തർദാഹം മുഴുത്ത മനുഷ്യൻ. അതുകൊണ്ട് ഭൂമിയിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവി മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് നോക്കുക, ഇതെവിടെയെല്ലാമാണ് മനുഷ്യൻ പോകുന്നത്? ഒരു വശത്ത് ഒരു ഒറ്റ ആളുകളെല്ലാം ഓരോ ആഴ്ചയിലും പോകുന്നു മുരിങ്ങൂര്, അവിടെ ഇവിടെ പോട്ടയിലുമൊക്കെ. മറുവശത്ത് ശ്രീ രവിശങ്കറിന്റെ അടുക്കിലേക്ക്, അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയുടെ അടുക്കിലേക്ക്. ഇവിടെ എല്ലാം മനുഷ്യനാണ് തടിച്ചു കൂടുന്നത്. അവിടെ ചെല്ലുന്ന ആളുകളെല്ലാം വിരിക്കുന്നത് അവിടെ ചെന്നാൽ എന്തൊക്കെ കിട്ടുമെന്നാണ്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, മനുഷ്യനിൽ കിടക്കുന്ന ആധ്യാത്മിക അന്തർദാഹമാണ് അവനെ അത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും അവിടേക്ക് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആത്മീയ ജീവിയാണ് മനുഷ്യൻ. ഈ ആത്മീയ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം, അവന് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ കൂടെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്തെല്ലാം നമ്മുടെ TV-യിലെല്ലാം ധാരാളം സീരിയലുകളുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടാൽ മറ്റത് കാണാതിരിക്കാൻ പറ്റാത്ത വിധം മെച്ചമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സീരിയലും കണ്ട് നിങ്ങൾക്കെല്ലാം വീട്ടിൽ ഇരുന്നാൽ പോരെ? ഇവിടെ എന്തിനാണ് ഈ പറമ്പിൽ വന്നിരുന്നത് ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്? നേരെ മറിച്ച് മനുഷ്യനെ കിടക്കുന്ന ആത്മീയ ദാഹമാണ് അവനെ പള്ളിയിലേക്കും അമ്പലത്തിലേക്കും മോസ്കിലേക്കും എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആത്മീയ ജീവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന 3-4 കുറിപ്പുകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ട്. ഇങ്ങനെ ഇതുവരെ ഞാൻ പറഞ്ഞത് നല്ലവനായ, ഉന്നതനായ, ഉത്കൃഷ്ടനായ മനുഷ്യനെ കുറിച്ചതാണ്. ദൈവസൃഷ്ടിയായ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആഴിയളന്ന മനുഷ്യൻ, ആകാശം കിടക്കിയ 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രപരമായ മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ ശുദ്ധ പാപ്പര, മനുഷ്യൻ പരാജിതനാണ്. എന്താണ് മനുഷ്യന്റെ പരാജയം? മനുഷ്യന്റെ പരാജയം എന്ത്? വമ്പനായ മനുഷ്യൻ, ഉന്നതനായ മനുഷ്യൻ മരണമെന്ന 3 അക്ഷരത്തിന് മുമ്പിൽ അമ്പെ വിറങ്ങലിച്ചു പോവുകയാണ്.
എന്തുകൊണ്ട് മരണത്തെ മനുഷ്യൻ ഭയപ്പെടുന്നു? അവിചാരിതമായ നിമിഷത്തിൽ അനിശ്ചിതമായ സ്ഥാനത്ത് വെച്ച് മരണത്തിന്റെ തണുത്ത കറുത്ത കൈകൾ മനുഷ്യകണ്ഠം പിടിച്ചു ഞെക്കി കാലയവനേക്ക് അപ്പുറത്തേക്ക് ചുഴറ്റിയെറിയുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിന്നു പോവുകയാണ്. ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് മരിക്കുമെന്ന് പറയുവാൻ ആർക്കും ഒരിക്കലും കഴിയുന്നില്ല. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ചോദിക്കൂ ശാസ്ത്രത്തോട്, അത് പറയും പ്രകൃതിയുടെ വികൃതിയാണ്. ചോദിക്കൂ മതങ്ങളോട്, മൗനം ദീക്ഷിക്കും. ചോദിക്കൂ ബൈബിളിനോട്, ഉത്തരം പറയും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപമെന്ന കനത്ത പ്രമേയം മനുഷ്യ ജീവിതത്തിൽ ആവിർഭവിച്ചില്ല എങ്കിൽ മരണമെന്ന പ്രക്രിയ ഇവിടെ ഉണ്ടാകുകയില്ല. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? പാപത്തിന്റെ ശമ്പളമായി, പാപത്തിന്റെ കൂലിയായിട്ടാണ് എല്ലാവരും മരിക്കുന്നത്. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഇങ്ങനെ ലോകത്തിൽ പ്രവേശിച്ചു. മരണം ഇങ്ങനെ സകല മനുഷ്യനും പരന്നിരിക്കുന്നു. ബ്രാഹ്മണൻ പാപി അല്ലാതിരിക്കുകയും ചണ്ടാളൻ മാത്രം പാപിയായി ഇരിക്കുകയും ചെയ്തുവെങ്കിൽ ബ്രാഹ്മണൻ മരിക്കാതിരിക്കുകയും ചണ്ടാളൻ മാത്രം മരിക്കുകയും ചെയ്യണം. പക്ഷേ ചണ്ടാല ബ്രാഹ്മണ ഭേദം കൂടാതെ രണ്ടു കൂട്ടരും ഒരുപോലെ മരിക്കുന്നതിന് രണ്ടു കൂട്ടർ ഒരുപോലെ പാപികളാണെന്ന് വ്യക്തമാണ്. പിന്നെ പാപത്തിന്റെ പ്രാവർത്തിക രംഗത്ത് വരുമ്പോൾ അല്പം ഏറ്റക്കുറച്ചിൽ കാണാം. ഒരുത്തൻ 2 കുപ്പി കുടിക്കുന്നു, കുപ്പിയല്ല കുപ്പിക്കകത്തുള്ള കുപ്പി കുടിക്കുന്നു, വേറെ ഒരുത്തൻ 2 ഔൺസ് കുടിക്കുന്നു, വേറെ ഒരുത്തൻ കുറച്ച് പാപം ചെയ്യുന്നു, വേറെ ഒരുത്തൻ കൂടുതൽ പാപം ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യനിതൊക്കെ ചെയ്യുമ്പോൾ അവർ ഇത്ര പാപമൊന്നും അളവ് വെച്ചിട്ടില്ല, അതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് പാപം ചെയ്യുന്നവനും വലിയ പാപം ചെയ്തവനും കൂടുതൽ ചെയ്തവനല്ല. തത്വത്തിൽ ആരാണ്? പാപമെന്ന പ്രത്യേകമായ സ്വഭാവം അവന് കിടപ്പുണ്ട്. അതവനെ പ്രേരിപ്പിച്ചിട്ടാണ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് പാപം എന്ന വികാരം, പാപമെന്ന വിചാരം, പാപമെന്ന ഈ കനത്ത ശത്രു അവന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ പാപിയാണ് മനുഷ്യൻ. മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത് അവനെ ഇത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ക്രൈസ്തവരാണ് മറ്റുള്ളവരെ പാപത്തെ കുറിച്ച് പറയുന്നതും പാപികളെ വിമർശിക്കുന്നതും. ബൈബിൾ മാത്രമാണ് പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിൽ മറ്റാർക്കും ഈ പാപത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഇവിടെ വരുന്ന ഏതെങ്കിലും യോഗീശ്വരന്മാരും അതുപോലുള്ള മറ്റാരെങ്കിലും നോക്കുക, അവരാരെങ്കിലും മനുഷ്യന്റെ പാപത്തെ കുറിച്ച് പറയും, നിങ്ങളെല്ലാം ദൈവമാകുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലാതെ നിങ്ങളുടെ പാപത്തെ കുറിച്ച് പറയാനുണ്ടോ? മനുഷ്യന് ലീനമായി കിടക്കുന്ന ഒരു വാസനാ വൈഭവത്തിന്റെ പേര്, അവനോടൊപ്പം ജനിച്ച് അവനോടൊപ്പം വളർന്ന് അവൻ ചിന്തകളിലൂടെ വളർന്ന് വലുതായി അവയവങ്ങളിലൂടെ വിശാലമായി വളർന്ന് ശാഖോപശാഖകളായി വളർന്നു കിടക്കുന്ന ഒരു മരമാണ് പാപം. ഈ പാപമെന്ന വൻമരം നമ്മിൽ തന്നെ ജീവിക്കുന്നതാണ്. അവസരോചിതമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതാണ് പാപം. അതുകൊണ്ട് എന്താണ് പാപം? പാപം എന്താണ് ചോദ്യത്തിന് പലരും പല മറുപടി പറയും. ബൈബിളിൽ പറയുന്നത് എന്താണ് പാപം? മനുഷ്യന്റെ ഹൃദയത്തു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ചതി, ദുഷ്കർമ്മം, മദ്യപാനം, വെറിക്കുത്ത്, ഇതെല്ലാം അകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മെ തന്നെ കിടക്കുന്നതാണ്. ഇതെല്ലാം അകത്തിട്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഈ പരിഷ്കാരത്തിന്റെ ചട്ടയും വിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ മറിച്ചു വന്നാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, ഡംബം, പൈശൂന്യം, പാപകൃത്യം എന്നൊക്കെ പറയുന്നതെല്ലാം പാപമാണ്. പക്ഷേ ഇതിനെ ഒന്നും ഞാൻ പാപമൊന്നും വിളിക്കുന്നില്ല. പിന്നെ പുണ്യമാണോ? അല്ല. പിന്നെ ഇതെന്താണ്? ഇതെല്ലാം പാപമാകുന്ന മഹാമരത്തിന്റെ തക്കം വന്ന് പഴുത്തു വീഴുന്ന ഫലങ്ങളാണ്. നമ്മൾ മരം മുറിച്ച് നീക്കിയാൽ കുളിച്ചു വരും കുറ്റിയിൽ നിന്ന് അത് പിന്നെയും കായ്ക്കും. ഈ പാപത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് മാസം തോറുമല്ല, നിമിഷം പ്രതി പുത്തൻ പുത്തൻ ഫലങ്ങളിലേക്ക് അയക്കും. നമ്മുടെ നാട്ടില് മാവ് ആണ്ടിലൊരിക്കലേ കായ്ക്കാറുള്ളൂ, പ്ലാവും അങ്ങനെ തന്നെ. എന്നാൽ തെങ്ങ് മാസം തോറും ഫലം തരും. എന്നാൽ നമ്മുടെ അടുക്കളത്തോട്ടിൽ നിത്യവഴുതനയുണ്ടല്ലോ, നിത്യവും ഫലം തരുന്നതാണ്. എന്നാൽ പാപമെന്ന വൃക്ഷമുണ്ടല്ലോ, അത് നിമിഷം പ്രതി പുതിയ പുതിയ ഫലങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെയുടെ പാപമല്ല ഇന്നിന്റെ പാപം. ഇന്നലെ നല്ല കാര്യമായി എന്നാണ് മനുഷ്യൻ പറയുന്നു. ഇന്ന് എല്ലാം പുണ്യമായി തീർന്നിരിക്കുകയാണ്. വ്യഭിചാരം, പരസംഗം, കൊലപാതകം, ചതി, മോഷണം, ഇതെല്ലാം ഇന്ന് വളരെയേറെ ശ്ലാഘനീയമായ കർമ്മമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം പാപമെന്ന് പറയുകയില്ല. പക്ഷേ ബൈബിളിന് മാത്രമേ പാപത്തെ കുറിച്ച് പറയാൻ കഴിയുന്നുള്ളൂ. ബൈബിൾ ഏത് മനുഷ്യനും ഇത്രയും മാത്രം പറയാം. പാപിയാണെന്ന് ബോധ്യം വരുന്ന മനുഷ്യന്, പാപിയാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എങ്ങനെ ഈ പാപത്തിൽ നിന്ന് മോചനം നേടാം? അങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പാപിയാണെന്ന് ബോധം വന്നിട്ടുള്ള മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെ പാപമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് കാണാം. അതിന്റെ ഫലമായിട്ടാണ് മതങ്ങൾ ഉണ്ടായത്, അതിന്റെ ഫലമായിട്ടാണ് തത്വചിന്തകൾ ഉണ്ടായത്, അതിന്റെ ഫലമായിട്ടാണ് മതകർമ്മങ്ങൾ ഉണ്ടായത്. പാപിയായ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി. അതിന്റെ ഫലമായിട്ടുണ്ടായ എത്രയോ കർമ്മങ്ങൾ ഇവിടെയുണ്ട്. ആ കർമ്മങ്ങളെല്ലാം മനുഷ്യൻ ചെയ്തു കൂട്ടുകയാണ്. അതുപോലെ തന്നെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ തീർത്ഥാടനവും നടത്തുന്നുണ്ട്. പാപത്തിന്റെ പരിഹാരം കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്നൊക്കെ അവൻ വിചാരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, പാപിയായ മനുഷ്യൻ പാപത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കർമ്മവും പാപത്താൽ പങ്കിലമാണ്. പാപത്താൽ പങ്കിലമായിരിക്കുന്ന കാര്യത്തിൽ ഈശ്വരൻ പ്രസാദിക്കയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ,
പാപിയായ മനുഷ്യന്റെ യാതൊരു പുണ്യപ്രവൃത്തി കൊണ്ടും അവന്റെ കർമ്മങ്ങൾ കൊണ്ടും അവന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ യാതൊരു വിധമായ നേർച്ചയോ കാഴ്ചയോ അർപ്പണമോ തർപ്പണോ വേണ്ട. നമ്മൾ ഏത് പാപവും ചെയ്യും, ദൈവത്തിന് കുറെ പ്രസാദത്തിന് പണവും കൊടുക്കും. നമ്മളെല്ലാം ഇപ്പോൾ വഴിനീളെ വെച്ചിട്ടുണ്ടല്ലോ വഞ്ചികൾ. എല്ലായിടത്തും എന്നാൽ ഏത് അമ്പലമോ ഏത് പള്ളിയോ ഏത് മോസ്കോ എന്തായാലും വേണ്ടില്ല, എവിടെയെങ്കിലും അടിയിൽ വഞ്ചി വെക്കാറുണ്ടോ? എല്ലാം പണപ്പിരിവില്ലേ. ദൈവങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പണപ്പിരിവാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ശല്യമാണ് ദൈവങ്ങളേക്ക് കൊണ്ട്, എല്ലാം പണപ്പിരിവിലാണ്. അതുകൊണ്ട് ദൈവങ്ങൾക്ക് പണം എന്തിനാണ്? ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? ദൈവത്തിന് നേർച്ച വേണോ? കാഴ്ച വേണോ? അർപ്പണം വേണോ? മനുഷ്യന്റെ വല്ലതിനും അവന് ആവശ്യമുണ്ടോ? ബൈബിൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ? ഈ കാട്ടിലെ കാളുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? എനിക്ക് ദാഹിച്ചാൽ നിന്നോട് ചോദിക്കുമോ? ഈ നദികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ? നീ കഴിക്കുന്ന യാഗം എങ്ങനെയുള്ളത്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ അവൻ ശിശുവിടെ സ്വീകരിക്കുന്നില്ല. ആരുടെ നേർച്ചയും വേണ്ട, കാഴ്ചയും വേണ്ട ദൈവത്തിന്. അതുകൊണ്ട് ദൈവത്തിന് ആരും പ്രസാദമൊന്നും അങ്ങോട്ട് കൊടുക്കാൻ കൊണ്ടുപോകണ്ട. രണ്ടാമത്, മനുഷ്യന്റെ ഏത് കർമ്മത്തെയും നോക്കിയ അവന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു പുണ്യകർമ്മമോ ഇടയില്ല. എല്ലാം പുണ്യപ്രവൃത്തികളും പാപത്താൽ പങ്കിലമാണ്. അപ്പോൾ പാപിയായ മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ട് പാപത്തിന് മോചനം നേടാൻ കഴിയില്ല. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൽക്കർമ്മം ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് ബൈബിൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുമാണ്. എന്ന് പറയാം, ധനവാനും ലാസറും. ഈ ധനവാനും ലാസറും എന്ന് പറയുമ്പോൾ ഈ ലാസർ ദരിദ്രനാണ്, കിടപ്പാടമില്ല. ധനവാൻ വലിയ ധനവാനാണ്. ദിനംപ്രതി ആഡംബരത്തോടെയാണ് അദ്ദേഹം സുഖിച്ച് ജീവിച്ചത്. ഇങ്ങനെയുള്ള ധനവാൻ പട്ടും ധൂമ്രവസ്തും ഒക്കെ ധരിച്ച് ആഡംബരത്തോടെ ജീവിച്ചു. ഈ ധനവാന്റെ പടിപ്പുരയിലാണ് ലാസർ എന്ന ദരിദ്രൻ കിടക്കുന്നത്. ഇവനാണെങ്കിൽ വ്രണരോഗിയാണ്. എന്ന് പറഞ്ഞാൽ ചലമൊഴുകുന്ന വ്രണം നിറഞ്ഞവനാണ് ലാസർ. പക്ഷേ ഒരു കാര്യം, ഈ ധനവാനോട് എനിക്ക് അങ്ങേയറ്റ ആദരവാണ്. ഇത്രയും നല്ല മനുഷ്യനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ പുണ്യവാളന്മാർ കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, നാം അറിയുന്നത് പോലെ ഇവനെപ്പോലെ നല്ല മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. ഈ ചലം പിടിച്ച് ഒഴുകുന്ന വ്രണം നിറഞ്ഞു കിടക്കുന്ന ലാസറിനെ വീടിന്റെ പടിപ്പുരയിൽ കിടക്കാൻ അനുവദിച്ചെങ്കിൽ അവനേക്കാൾ ഉദാത്ത മനസ്കനായ ആരിവിടെയുണ്ട്? അവനേക്കാൾ ഉദാത്ത മനസ്കൻ എവിടെയുണ്ട്? അവൻ അത് അനുവദിച്ചു. അവനെ കാണാൻ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ആദ്യം കാണുന്നത് ആരെയാണ്? ധനവാനെ കാണാൻ ആരെങ്കിലും ഒക്കെ വരും. ആദ്യമായി കാണുന്ന ആരെയാണ്? പടിപ്പുരയിൽ കിടക്കുന്ന ഈ ഈ കിടക്കാൻ കൊടുത്തിരിക്കുന്ന സ്ഥലം തന്നെ നോക്കുക, വീടിന്റെ പടിപ്പുര മുൻവശത്താണ്. അവിടെയാണ് കിടത്തിയിരിക്കുന്നത്, കിടക്കാൻ അനുവദിച്ചിരിക്കുന്നത്. വരുന്നവനല്ല ആദ്യം കണ്ട് വിഷ് ചെയ്യേണ്ടത് ആരെയാണ്? ലാസറിനെ. ലാസർ എന്ന വ്രണരോഗി. അത് കഴിഞ്ഞാണ് ബാക്കി കാര്യം. അത് മാത്രമല്ല, ഇവൻ അവിടെ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ധനവാന്റെ മേശയിൽ നിന്ന് വല്ലതും വീണ് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ധനവാൻ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അവന് തിന്നാനുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഇയാളാണ്. അല്ലെങ്കിൽ അവൻ അത്രയും കാലം അവിടെ കിടക്കുകയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ചിലരെ കാശൊക്കെ ഉണ്ടാക്കി ഗൾഫ് അവിടെ ഇവിടെയൊക്കെ പോയി കള്ളനോട്ടൊക്കെ അടിച്ച് കുറെ കാശും ഒക്കെ ഉണ്ടാക്കി വലിയ വീടും ഒക്കെ വെച്ചാൽ വീട്ടിന്റെ മുമ്പിൽ ഒരു നല്ല വാതിലും ഒക്കെ പണിത് വെച്ച് ആ ഗേറ്റിന്റെ മുകളിൽ നായ്ക്കളുണ്ട്, സൂക്ഷിക്കണം. ഇതാണ് ധർമ്മക്കാരൻ പോലും അകത്ത് വന്നേക്കരുതെന്നാണ് വിളംബരം. അതുകൊണ്ട് ഭിക്ഷ പോലും കൊടുക്കാൻ പറ്റിയില്ലെന്ന് വിളംബരം ചെയ്തിരിക്കുക. അപ്പൊ ഈ മനുഷ്യൻ നോക്കുക, എത്ര ഭക്ത ശിരോമണിയാണ് ഇവൻ. അതുകൊണ്ട് ഇവന് ദിവസം പ്രതി ഭക്ഷണം കൊടുക്കുക. അത് മാത്രമല്ല, ഇവനെ സംബന്ധിച്ച് പറയുമ്പോൾ നായ്ക്കൾ വന്ന് വ്രണം വയ്ക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ നായ്ക്കൾ തെരുവിൽ നിന്ന് വരാൻ സാധ്യമല്ല. കാരണം ഇന്ന് പടിപ്പുരയുണ്ടെങ്കിൽ ചുറ്റും മതിലുമുണ്ട്. അപ്പോൾ തെരുവിലെ നായ്ക്കൾ വരികയില്ല. മിക്കവാറും എല്ലായിടത്തും ധനവാന്മാർ സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ കുറഞ്ഞ പക്ഷം 4 നായ്ക്കളെങ്കിലും വേണം. ആക്സിയേഷൻ, കോമ്രേഡിയൻ, ഡാഷ് ഡാഷ് ഇതെല്ലാം വേണം. അതിന് പാല്, ചീസ്, ബിസ്ക്കറ്റ് ഇത്യാദി കൊടുത്താലേ സുഖമായി കഴിയും. ഇങ്ങനെ നായ്ക്കളെ സുഖമായി വളർത്തുന്നവരാണ് നമ്മുടെ കോടീശ്വരന്മാർ. ഇങ്ങനെയുള്ള കോടീശ്വരന്മാർക്ക് ഉറക്കം വരണമെങ്കിൽ വൈകുന്നേരം 90-91 സങ്കീർത്തനം വായിച്ചാൽ മാത്രം പോരാ. സങ്കീർത്തന വായനയും പ്രാർത്ഥനയും കഴിഞ്ഞ് നേരെ സർവശക്തൻ അപ്പുറത്ത് കിടപ്പുണ്ട്. സർവശക്തന്റെ തങ്ങൾ ഇന്ത്യയിൽ പാർക്കുന്നതും ഡാഷ് ഡാഷ് അപ്പുറത്ത് സർവശക്തൻ ചങ്ങലയിൽ കിടക്കുക. അവനെ അവിടെ നിന്ന് അഴിച്ചു വിട്ടാൽ ഇവന് ഉറക്കം വരികയുള്ളൂ. അപ്പൊ അവനെ അഴിച്ചു വിട്ടാൽ ഇവൻ നേരെ വരുന്നത് ലാസറിന്റെ അടുക്കലേക്കാണ്. ലാസറിന്റെ അടുക്കൽ വന്ന് ഇവന്റെ വ്രണം മുഴുവൻ നക്കി വെടിപ്പാക്കുകയാണ്. നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വളർത്തുന്ന നായെ മറ്റൊരുത്തന്നെ വ്രണം നക്കാൻ ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ സമ്മതിക്കുമോ? സമ്മതിക്കരുത്. കാരണം ഇവനെ പരിചയപ്പെട്ട് അവനുമായി ചങ്ങാത്ത കൂടി നമ്മളെ തന്നെ കൊന്നുകളി. അതുകൊണ്ട് അത് പാടില്ല. നേരെ ഈ ധനവാൻ അത്തരത്തിലുള്ള യാതൊരു വ്യാകുലതയുമില്ല. അതുകൊണ്ട് ഉദാത്തനായ ഒരു മനുഷ്യനാണ്. അവന്റെ തെരുവ് നായ്ക്കളല്ല, ഇവന്റെ നായ്ക്കൾ തന്നെ വന്ന് വ്രണം നക്കുന്ന അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് ഈ ധനവാൻ. പക്ഷെ ഈ ധനവാനും മരിച്ചു. പക്ഷെ ധനവാൻ മരിച്ചപ്പോൾ നേരെ യാതനാ സ്ഥലത്ത് ഇത്രയുമായ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പോയത് എവിടെയാണ്? യാതനാ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ വായിച്ചതിൽ വെച്ച് ഇത്രയേറെ പുണ്യം ചെയ്ത ഉത്തമനായ ഒരുത്തനെ കണ്ടിട്ടേ ഇല്ല. ഒരു പക്ഷേ
ഈ പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമത്തിലല്ല. ഏതായാലും മാനവ കരുണ കൊണ്ടെങ്കിലും അവനങ്ങനെ കാണിച്ചിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആരുടെയും പുണ്യപ്രവൃത്തികളാൽ അവന്റെ പാപങ്ങളുടെ പരിഹാരം വരുന്നില്ല. മാത്രമല്ല മനുഷ്യന്റെ ഏത് വിധത്തിൽപ്പെട്ട തപസ് കൊണ്ട് ഒന്നും സാധിക്കില്ല. യാഗം, യോഗം, ധ്യാനം, തപസ് എന്നൊക്കെ പറയുന്നല്ലോ, ഇത് ആരുടെയും പാപത്തിന് പരിഹാരം വരുത്തിയില്ല. എത്ര തപസ് നോക്കിയ വമ്പന്മാരും ഒടുവിൽ കൊപ്പുകുത്തി വീണത്തേ ഉള്ളൂ. അതൊന്നും ഞാൻ വളരെയേറെ പറയുന്നില്ല. എങ്കിലും ഒരു ദൃഷ്ടാന്തം പറയാം. ഏത് ഭക്തനായാലും അവനെ അതിജീവിക്കാൻ കഴിയില്ല. ഇന്ദ്രിയ നിഗ്രഹം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ ഉണ്ടാക്കാനാണ്? പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ പാപത്താൽ മോഹിതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അതിന്റെ വഴിക്ക് പോകുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ചരടെവിടെയാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ നമുക്കൊരിക്കലും കഴിയുന്നില്ല. കണ്ണ് അതിന്റെ വഴിക്ക് പോകും, അതുപോലെ കാൽ അതിന്റെ വഴിക്ക്. അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇന്ദ്രിയ നിഗ്രഹം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതല്ലേ പരാശരം പറഞ്ഞത്, അതൽ ഭർത്തൃഹരി പറഞ്ഞത്. ഭർത്തൃഹരി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാമിത്ര പരാശര പ്രഭൃതയോ വാദാമ്പു പന്നാശനം സേവി സ്ത്രീ മുഖപങ്കജം സുലലിതം ദിക്വാ വിമോഹംഗത ശാല്യന്നം സഖിതം ദരിയുലം ഭുജന്റെ മാനവ ശേഷാമിന്റെ നിഗ്രഹോ തദ്വിന്ധ്യൈ പ്ലവൈ സുരൈ സാഗരേ. വിശ്വാമിത്രൻ, പരാശരൻ തുടങ്ങി യോഗീശ്വരന്മാർ വാദാമ്പു പന്നാശന, വായു, വെള്ളം, ഉണക്കയില കൊണ്ടാണ് ജീവിച്ചത്. എങ്കിലും സ്ത്രീ മുഖപങ്കജം എന്ന് സ്വന്തീമാരായ തരുണീമണികളുടെ ഭാരവിന്ദങ്ങൾ കണ്ട മാത്രയിൽ മോഹിതരായി തീർന്നു. ഉദാഹരണം, വിശ്വാമിത്രൻ മേനകയുടെ മുമ്പിലും പരാശരം മത്സ്യകന്യയുടെ മുമ്പിലും നടുവടിഞ്ഞു വീണു. അങ്ങനെയാണെങ്കിൽ ശാല്യന്നം സകലം ദരിയുലം ഭുജന്റെ മാനവ, നെല്ലിരിച്ചോറ്, തൈരും നെയ്യും കൂട്ടി കഴിക്കുന്ന മനുഷ്യ, നിനക്ക് ഇന്ദ്രിയ നിഗ്രഹം വരുമെന്ന് പറഞ്ഞാൽ അത് വിന്ധ്യപർവ്വതം കടലിൽ ചാടിപ്പോകുന്നത് പോലെ അസാധ്യമെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാലും ചീസും ഒക്കെ അടിച്ച് പിന്നെ മിഷ്ടാന്ന ഭോജനം കഴിച്ച് ബദാം പരിപ്പ് പാലിൽ അരച്ചു കലക്കി കുടിച്ച് സുഖമായി ജീവിക്കുന്ന നമ്മുടെ സന്യാസിമാരും പാതിരിമാരുടെയും കഥ പറയണോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ദ്രിയ നിഗ്രഹമല്ല, പരാജയമാണ്. അതുകൊണ്ട് പാപിയായ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഒരു ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് സാധിക്കുകയില്ല. അവരെല്ലാം പരാജയപ്പെട്ട വേദിയാണ്. എല്ലാം പരാജയപ്പെടുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കുന്നത്. സകലതും പരാജയപ്പെട്ട് കഴിയുമ്പോൾ, മതം തോറ്റ, കർമ്മം തോറ്റ, ആശയങ്ങൾ തോറ്റ, എല്ലാം തോറ്റാൽ ഒടുവിലുമായി മനുഷ്യൻ നേരെ തിരിയുന്ന ദൈവത്തിലേക്കാണ്. എല്ലാം ഉള്ള കാലത്ത് ദൈവത്തെ വേണ്ട, എല്ലാം പരാജയപ്പെടുമ്പോഴാണ് ദൈവത്തെ വേണ്ടത്. അപ്പോൾ അവൻ ദൈവത്തെ നോക്കി വിളിക്കാൻ തുടങ്ങി. അല്ലയോ ദൈവമേ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നാണ്. പാഹിമാം 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 ത്രാഹിമാം ത്രാഹിമാം ത്രാഹിമാം. ഈ ആർത്തനാദം എവിടെയും കേൾക്കാം. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനകോടികൾ അനവരതം അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അനങ്ങാതിരിക്കാൻ കഴിയാത്ത ജീവനുള്ള ദൈവം മറുപടി ഉണർന്നേ തീരുകയുള്ളൂ. ഇങ്ങനെ ലോകത്തിലെ എല്ലായിടത്തുമുള്ള എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചത്, അല്ലയോ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എവിടെ നിന്നെല്ലാം പറയണം നിഷ്ഠാന്തങ്ങൾ. അതിനെല്ലാം ഞാൻ ഇപ്പോൾ തുനിഞ്ഞാൽ മണിക്കൂറുകൾ ഇനിയും 3-4 വേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജന്മനാ പാപിയായ മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട ശേഷം പരമദൈവത്തോട് ദയനീയമായി പ്രാർത്ഥിച്ചാൽ അനങ്ങാതിരിക്കാൻ കഴിയാത്ത ദൈവം, ആ ദൈവം പറഞ്ഞു, അവൻ കരുണാവത്സനായതുകൊണ്ട്, സ്നേഹസ്വരൂപനായതുകൊണ്ട് ആ ദൈവം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് മറുപടി. ഇതാ ഞാൻ വരുന്നു. ഇവിടെ അത്യാവസന്നപ്പെട്ട് കിടക്കുന്ന വരാൻ വിളിച്ചാൽ അല്ല, എഴുതിയിരിക്കുന്ന പോലെ വരാമെന്നാണ് പറയുന്നത്. ഇത് കുറെ കാലതാമസമുണ്ട്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്നത് പോലെ വരാമെന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വരാമെന്നാണ് പറഞ്ഞ ഒരുത്തനെയുള്ളൂ. നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉണ്ടല്ലോ, അബ്ദുൽ കലാം, അദ്ദേഹം നമ്മുടെ അയൽ സംസ്ഥാനവാസിയാണ്. പക്ഷെ പഠിച്ചത് നമ്മുടെ ISROയിലൊക്കെയാണ്. ജോലി നോക്കിയത് ഇവിടെയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രസിഡന്റാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് ഈ ചീനിവിളയോ മലയും കീഴോ എവിടെയെങ്കിലും വലിയൊരു ലൈബ്രറി അല്ലെങ്കിൽ വലിയൊരു ആശുപത്രിയൊക്കെ പണിതിട്ട് അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അങ്ങനെ ക്ഷണിച്ചാൽ നമ്മുടെ മന്ത്രിസഭ, അതുപോലെ നമ്മുടെ ഗവൺമെന്റ് പറയണം സുരക്ഷിതത്വമെല്ലാം. അത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ പരിപാടി എല്ലാം ആസൂത്രണം. ഇതെല്ലാം കഴിഞ്ഞ നിശ്ചിത സമയത്ത് അദ്ദേഹം പുറപ്പെടും. അപ്പോൾ ഏത് പത്രമെടുത്താലും TV-യുടെ ചാനൽ തുറന്നാലും ഒരേ വാർത്ത: രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. പിന്നെ കുറെ കൂടെ താഴോട്ട് വരുമ്പോൾ രാഷ്ട്രപതി 7 മണിക്ക് ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രി, ഗവർണർ, പൗരമുഖ്യന്മാർ എല്ലാവരും കൂടെ സ്വീകരിച്ച് രാജ്ഭവനിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം, അദ്ദേഹം ഉച്ചവരെ രാജ്ഭവനിൽ വിശ്രമിക്കും. അതിനുശേഷം 2 മണിക്ക് പത്രപ്രതിനിധികളെ സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കും.
അതിനുശേഷം അദ്ദേഹം നേരെ യാത്ര തിരിച്ച് ബാലരാമപുരത്ത് വരും. ബാലരാമപുരത്ത് വന്നിട്ട് അവിടെ ഒരു പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കും. അങ്ങനെ അവിടുത്തെ ഞാൻ കറങ്ങി തിരിഞ്ഞെങ്കിൽ ഇവിടെ വരും. അവിടെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊരു സ്വീകരണ കമ്മിറ്റി രാഷ്ട്രപതി വന്നുകൊണ്ടേയിരിക്കുന്നു, രാഷ്ട്രപതി വന്നുകൊണ്ടേയിരിക്കുന്നു, രാഷ്ട്രപതി വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു നിരന്നു നിൽക്കുന്ന പോലീസ് അകമ്പടി. 2 പോലീസ് വശം അപ്പുറം നിൽക്കുമ്പോൾ അനവധിയായ അകമ്പടി വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ പൈലറ്റ് വാഹനങ്ങൾ. അതെല്ലാം കഴിയുമ്പോൾ ഇതാ വരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം എന്ന നമ്മുടെ പ്രസിഡന്റ്. അദ്ദേഹം അംബാസിഡർ വരുമോ, ഇമ്പാലയായി വരുമോ, തമ്പുരനെ അറിയാവും. എന്നാൽ എനിക്കൊരു കാര്യം, എങ്ങനെയായാലും അവിടെ അദ്ദേഹം ഇവിടെ വന്ന് ചീനിവിള പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കാറിന്റെ ഡോർ തുറന്ന് കാലെടുത്ത് തറയിൽ കുത്തുമ്പോൾ 1, 2, 3, 4, 5, 6 21 ആചാരവരികൾ തുരുതുരെ മുഴങ്ങും. അതോടൊപ്പം സ്വീകരണ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന വർണ്ണമാല്യങ്ങൾ ഉയർന്നു താഴും. അപ്പോഴത്തേക്കും അദ്ദേഹത്തെ എല്ലാവരും കൂടെ ആനയിച്ച് ഉപവിഷ്ടമാക്കും. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹം നാട മുറിച്ചോ നിലവിളക്ക് കത്തിച്ചോ ചടങ്ങ് നിർവഹിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരറ്റത്തിരിക്കുന്ന രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ അധികാര സീമയിൽപ്പെട്ട അദ്ദേഹം തന്നെ വളരെയേറെ പഠിച്ചു വളർന്ന ഈ രാജ്യത്തിന് ഇവിടെ വരാൻ ഇത്രമാത്രം ആസൂത്രിതമായ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം അനന്തതപടി അവനിലേക്ക് ആഗമിക്കുമ്പോൾ അവനൊരു പരിപാടി ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. അവൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, വെറുതെ വരികയില്ല, എഴുതിയിരിക്കുന്നത് പോലെ വരാമെന്നാണ് പറഞ്ഞത്. ലോക ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരുത്തനും വന്നിട്ടില്ല. മഹാത്മാഗാന്ധി ജനിച്ചു പോർബന്തറിൽ, പഠിച്ചു ഇംഗ്ലണ്ടിൽ, ജയിച്ചു പാടില്ല, തിരിച്ചു വന്നു ഇന്ത്യയിൽ, പോയി ആഫ്രിക്കയിൽ ജയിച്ചു കേസ്, തിരിച്ചു വന്നു ഇന്ത്യയിൽ, നയിച്ചു സ്വാതന്ത്ര്യ സമരം, മരിച്ചു ഗോഡ്സെയുടെ വെടിയുണ്ടായിട്ട്. ജനിച്ച ഗാന്ധിയുടെ ജാതകം വെച്ച് കൊട്ടാര ജോത്സ്യൻ പോലും ഇത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. നേരെ മറിച്ച് ലോക ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ച്, എഴുതിയിരിക്കുന്നത് സ്ഥലത്ത് നിന്ന് ജനിച്ച്, എഴുതിയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ജനിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ സംസാരിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ പ്രവർത്തിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ മരിച്ച്, എഴുതിയിരിക്കുന്ന പോലെ സംസ്കരിക്കപ്പെട്ട്, എഴുതിയിരിക്കുന്നത് പോലെ ഉത്ഥാനം ചെയ്ത്, എഴുതിയിരിക്കുന്നത് പോലെ പിന്നെ ഈ 40 നാളുകൾ ജീവിച്ച്, എഴുതിയിരിക്കുന്നത് പോലെ അനന്തത്തിലേക്ക് പോയ, എഴുതിയിരിക്കുന്ന പോലെ മധ്യസ്ഥം അണയ്ക്കുന്ന, എഴുതിയിരിക്കുന്നത് പോലെ അനന്തരവും അവനിലേക്ക് ആഗമിക്കുവാൻ പോകുന്ന ഏതെങ്കിലും ഒരു പുരുഷ വിശേഷമുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അവനോട് ചോദിക്കാം, അല്ലയോ ക്രിസ്തു, അങ്ങ് എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? യേശു ക്രിസ്തുവിനോട് ചോദിക്കണം, അങ്ങ് എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? അവിടുന്ന് ലോകത്തിലേക്ക് വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും പറയുന്നത്? അദ്ദേഹം 2 കാര്യം പറയും. 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമത്തിന്റെ പേരുകൾ തിരിച്ചും മറിച്ചും വായിച്ചപ്പോൾ കിട്ടിയ 2 കാര്യം. ഇതാണ്, ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിൾ തന്നെ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളിലും കണ്ടിട്ടില്ല. ആ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി വന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. 2 പാപികളെ രക്ഷിക്കുവാൻ. ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരെങ്കിലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ദൈവത്തെ തേടിയാണ് മനുഷ്യൻ അവിടെ ഇവിടെ എല്ലാം നടക്കുന്നത്. ദൈവത്തെ കാണാൻ വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. യാഗം, യോഗം, ധ്യാനം, തപസ് ഇതെല്ലാം അനുഷ്ഠിക്കുകയാണ്. എത്ര ത്യാഗം സഹിച്ചിട്ടും ദൈവത്തെ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഈ ദൈവത്തെ കാണാൻ കഴിയാത്തതായ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ദൈവത്തെ അറിയുക? ഇങ്ങനെ ലോകത്തിലെ അനേക കോടി ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് പരാജയപ്പെട്ടു. ഒരു തമിഴ് സിദ്ധൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മളെല്ലാം തനി തമിഴന്മാരായിരുന്നു. 1200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളം എന്നൊരു ഭാഷയില്ല. ആ കാലഘട്ടത്തിൽ തമിഴായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം തനി തമിഴന്മാരുമായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതിലാണ് ഒരു സിദ്ധൻ പറഞ്ഞത്, ഓടി 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 ഉൾക്കലന്ത ജ്യോതിയെ നാടി 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 നാൾക്കലും കടന്നതേ വാടി 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 വാണ്ടുപോന മാനിടം കോടി 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 എണ്ണറந்த കോടിയെ. ദൈവത്തെ തേടി 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 കണ്ടുകിട്ടാതെ പോയ ജനകോടികൾ അളവറ്റ കോടിയാണ്. അദ്ദേഹത്തിന്റെ പരിദേവനമാണ്. നേരെ മറിച്ച് ഇതുപോലെ എത്രയോ ലക്ഷങ്ങൾ ദൈവത്തെ തേടിയിട്ടും കണ്ടുകിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചതാണ്, അദൃശ്യനായ ആത്മസ്വരൂപനായ തേജോമയനായ സത്യസ്വരൂപനായ ദൈവത്തെ അവിടെയും ഇവിടെയും കാണാതെ ജനകോടികൾ അത്യഗാധ ഗർത്തങ്ങളിൽ ആണ്ടിറങ്ങിപ്പോയിക്കൊണ്ടുള്ള കാലഘട്ടത്തിൽ അനന്തത വെടിഞ്ഞ് അവനിലേക്ക് ആഗമിച്ച് അഖിലോക ജനകോടികൾക്ക് അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തോട് ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഞങ്ങൾക്ക് ഒരേ ഒരു അഭിലാഷമുണ്ട്. ഞങ്ങൾ വള്ളം വിട്ട്, വലയെ വിട്ട്, അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, മതം വിട്ട് നിന്നെ അനുഗമിക്കുന്ന ഒറ്റ കാര്യത്തിനാണ്. പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ, അർത്ഥാൽ ദൈവത്തെ ഒന്ന് കാണിച്ചു തന്നാൽ അത് മതി.
അത് മതി എന്ന് അവൻ പറയുമ്പോൾ ഇവൻ കൃഷ്ണൻകുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാട കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ഒരു പൂമാല വാങ്ങിക്കൊടുത്തിട്ട് പറയും, അങ്ങനെ വേണം പറയാൻ ഫിലിപ്പോസേ, നിന്റെ മാത്രം അഭിലാഷമല്ല, പുരുഷാന്തരങ്ങളുടെ ജനകോടികളുടെ നൂറ്റാണ്ടുകളുടെ അഭിലാഷമാണ് ദൈവത്തെ ഒന്ന് കണ്ടാൽ. അതിനാണ് യാഗം, അതിനാണ് യോഗം, അതിനാണ് തപസ്, അതിനാണ് തീർത്ഥാടനം. ദൈവത്തെ ഒന്ന് കണ്ടാൽ അത് മതി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു, അല്ലെ ഫിലിപ്പോസേ, ഞാൻ ഇത്ര നാൾ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും ഇനിയും പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കണ്ടവൻ ഇതാ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുക്രിസ്തു വ്യക്തമാക്കി, എന്നെ കണ്ടവൻ. ആരൊക്കെ ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചുവോ അവരെല്ലാം ഒടുവിലായി യേശുക്രിസ്തുവിന്റെ പവിത്ര പാതാരബിന്ദത്തിൽ വന്ന് ദൈവത്തെ കണ്ട് യാഥാർത്ഥ്യം നേടിയിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ പോയ സമയം വളരെ പോകും. ആരൊക്കെ ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചുവോ അവരെല്ലാം യേശുക്രിസ്തുവിന്റെ പവിത്ര പാതാരബിന്ദത്തിൽ വന്ന് ദൈവത്തെ കണ്ട് യാഥാർത്ഥ്യം നേടിയവരായി ഭവിച്ചിട്ടുണ്ട്. അതിന് ഒന്ന് രണ്ട് ദൃഷ്ടാന്തം മാത്രം പറയുന്നു. ദൈവത്തെ അന്വേഷിച്ച് കാണാതെ പോയ ജനകൂടികൾ പലതുണ്ട്, എങ്കിലും ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഭക്തന്മാരായ അനേക ലോകത്തിലുണ്ട്. ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേയും യഹൂദമതം തളർന്നുകൊണ്ടേയും. ആ പശ്ചാത്തലത്തിൽ യഹൂദമതത്തിലെ ഏറ്റവും ഭക്തശിരോമണിയായിരുന്ന ഒരുവനാണ് നമ്മൾ പറയുന്ന ശൗൽ അഥവാ അപ്പോസ്തലനായ പൗലോസ്. ക്രിസ്തുമാർഗത്തിന്റെ വളർച്ചയും യൂദമതത്തിന്റെ തളർച്ചയും അതുകൊണ്ട് പൗലോസിന് ആകെ വളർച്ചയും. അതുകൊണ്ട് അവൻ പറഞ്ഞു, ക്രൈസ്തവ മാർഗത്തെ ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി യെരുശലേമിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് ഒടുവിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏകദൈവത്തിന് ഭൂമിയിൽ പണിതിരിക്കുന്ന ഏകദൈവാലയം, ആ ദൈവത്തിൽ മഹാപുരോഹിതൻ അധികാരപത്രം വാങ്ങിച്ച് അരിയിത്തിരികി ഗോവകളുടെ പുറത്തു കയറി അനുചരന്മാരോടുകൂടി ശൗൽ ഇപ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക്, യെരുശലേമിൽ അനേകരെ കൊന്ന ശൗൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിക്കുക കഴിഞ്ഞപ്പോൾ ഒരു നാടകീയമായ ഒരു ശബ്ദം, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ ഭാഷയിൽ അവന് വിട്ടില്ല. നീ ആര് കർത്താവേ? നീ ആരാകുന്നു? നീ ആര് കർത്താവേ? വേറെ ഭാഷയിൽ പറഞ്ഞ നീ ആര്? തർശീശിലെ ശൗലിനെ നേരിടുന്ന നീ ആര്? എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനായ, ഇസ്രായേലിൽ നിന്നുള്ള ഇസ്രായേലിയനായ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ് മാർഗം സംബന്ധിച്ച് പരീക്ഷനായ ബെന്യാമീൻ ഗോത്രജനായ, യഹോവയുടെ മാർഗത്തിന് വേണ്ടി തീവ്രം ജയവാദം ചെയ്യുന്ന, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കരത്തിലിരിക്കുന്ന തർശീശിലെ ശൗലിനെ നേരിടുന്ന നീ ആര്? ശാന്തമായ വാക്കുകൾ. നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. ശാന്ത ഗംഭീരമായ പദപ്രയോഗങ്ങൾ. യേശു ഞാനാകുന്നു. ശൗൽ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ സഞ്ചരിച്ചിരുന്ന വാഹനമൃഗം താഴെ വീണു. ഞാൻ എന്ത് ചെയ്യണം? പോകൂ പട്ടണത്തിൽ അവിടെ വെച്ച് പറയാം. ഉടനെ പറയില്ല, നീ കുറെ കൂടെ പഠിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. നീ കുറെ കൂടെ കഴിഞ്ഞ് നിന്നോട് പറയാം, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നീ പോയി എന്നെ പ്രസംഗിക്കുക. എന്നെ കണ്ടതിന് എന്റെ സാക്ഷിയാണെന്ന് ലോകത്തെ എഴുതി ബോധ്യപ്പെടുത്തണം, പ്രസംഗിക്കണം എന്ന് പറഞ്ഞവനെ വിട്ടു. ഈ ശൗലുണ്ടല്ലോ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ആരായിട്ടാണ് മനസ്സിലാക്കിയത്? ഇവങ്ങനെയാണ് മനസ്സിലാക്കുക. ഒരു യഹൂദൻ യാതൊരു കാരണവശാലും ഒരു മനുഷ്യനെ ദൈവമെന്ന് വിളിക്കുകയില്ല. ഒരു ഉദാഹരണം പറയാം. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ശദ്രക്, മേശക്, ആബേദ്നെഗോ ഈ 3 എബ്രായ ബാലന്മാരെ BC 586 നെബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു. അവരെല്ലാം എബ്രായരായതുകൊണ്ട് രാജാവിന്റെ ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവർ ചോദിച്ചെല്ലാം കൊടുത്തോളാൻ പറഞ്ഞു. അവരെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ലാളിച്ചു വളർത്തി. അങ്ങനെ ഇരിക്കുകയും നെബൂഖദ്നേസർ വളർന്നു വലുതായി മഹാരാജാവായി. അദ്ദേഹം ഒരിക്കൽ ഒരു വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് നടപ്പിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ മഹാനായ നെബൂഖദ്നേസർ 60 മുഴം ഉയരമുള്ള ഒരു തനി തങ്ക വിഗ്രഹം ഉണ്ടാക്കി. തങ്കക്കോലം എന്ന് പറഞ്ഞാൽ തങ്കം തെല്ലുപോലുമില്ലാത്ത തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു തങ്ക വിഗ്രഹം ഉണ്ടാക്കി അവിടെ നിർത്തി. അതിന്റെ അടുത്ത് വലിയൊരു അഗ്നിച്ചൂള ഉണ്ടാക്കി. ഒരു വലിയ അഗ്നിച്ചൂള ഉണ്ടാക്കി അത് ജ്വലിപ്പിച്ചു. അത് ജ്വലിപ്പിച്ചപ്പോൾ ഈ കരയിൽ നിൽക്കുന്ന തങ്ക വിഗ്രഹം ഉണ്ടല്ലോ, അതിൽ കതിരുകൾ തട്ടിയാൽ കമനീയമായി ശോഭിക്കുന്നതോടൊപ്പം ഈ അഗ്നിയിലെ നാളങ്ങളും കൂടെ തട്ടിയാൽ ആരുടെയും കണ്ണം ചെപ്പിച്ചു പോകും. അങ്ങനെ നിൽക്കുന്ന വേളയിലാണ് നെബൂഖദ്നേസർ പറയുന്നത്, വാദ്യഘോഷങ്ങൾ മുഴങ്ങി. രാജാവ് എല്ലാവരും ഞാൻ നിർത്തിയ പ്രതിമയെ നമസ്കരിക്കണം. എല്ലാവരും നമസ്കരിച്ചു. എല്ലാവരും രാജകൽപ്പനയല്ലേ, മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അതിനുശേഷം പിന്നാലുള്ള എല്ലാവരും നമസ്കരിച്ചു. കുബുദ്ധികൾ എവിടെയും ഉണ്ടല്ലോ. അതുകൊണ്ട് കല്ലുവിന്റെ വിഗ്രഹം കണ്ടാൽ, കളിമൺ വിഗ്രഹം കണ്ടാൽ, അത് കണ്ടാൽ, ഇത് കണ്ടാൽ, ഇവിടുത്തെ കനക വിഗ്രഹം കണ്ടാൽ അവിടെ പോകും. അതായത് കളിമൺ വിഗ്രഹം കണ്ടാൽ കൈകൂപ്പി നമിക്കുന്നവൻ ഈ കനക വിഗ്രഹം കണ്ടാൽ നമിക്കാതിരിക്കുമോ? അപ്പോൾ എല്ലാവരും വീണ് വണങ്ങി നമസ്കരിച്ചു. രാജാവ് നമസ്കരിച്ചു. ഇത്രയുമായപ്പോൾ കുബുദ്ധികൾ എവിടെയും ഉള്ളതുപോലെ അവിടെയും ഉണ്ടായിരുന്നു. അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ കൽപ്പന വളരെ ശക്തമാണ്.
ഞങ്ങളെല്ലാം പാലിച്ചു. പക്ഷേ അങ്ങ് സ്നേഹിക്കുന്ന 3 എബ്രായ ബാലന്മാരോ അവർ ഈ കൽപ്പന പാലിച്ചിട്ടില്ല. രാജാവ് ഉടനെ കൊണ്ടുവരട്ടെ. അവരെ കൊണ്ടുവന്നു. ശദ്രക്‌മേശക്-അബേദ്നേഗോ. രാജാവ് കൽപ്പിച്ചു, അതെയോ ബാലന്മാരെ, എന്റെ കൽപ്പന നിങ്ങൾ നിരസിച്ചു. പക്ഷേ ഞാൻ വളരെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരുന്നു. ഈ ചൂള 7 മടങ്ങ് ശക്തി വർദ്ധിപ്പിക്കട്ടെ. വാദ്യഘോഷങ്ങൾ ഒരിക്കൽ കൂടെ മുഴങ്ങി. രാജാവ് പറഞ്ഞു, വീണ്ടും നമസ്കരിക്കുക, ഇല്ലെങ്കിൽ ചൂളയിലേക്ക് വലിച്ചെറിയും. ആ ബാലന്മാർ പറഞ്ഞ മറുപടി വളരെ രസമാണ്. അവർ പറഞ്ഞതാണ്, മഹാരാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം രാജാവിന്റെ കോപത്തു നിന്നും ഈ ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും എന്ന് അവർ പറഞ്ഞു. വിടുവിക്കും. പക്ഷെ അവിടെ ഞാൻ അടിവരയിടുകയില്ല, അവിടെ ഞാൻ അടിവരയിടാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ ഒരു അനുബന്ധം ചേർത്തിട്ടുണ്ട്. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കാതെ പോയാലും രാജാവിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇതാണ് യഹൂദൻ. ഇതാണ് യഹൂദൻ. ഇങ്ങനെയുള്ള ഒരു യഹൂദൻ ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷകൻ തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശരിയായി കണ്ടുമുട്ടിയ ഈ തർശീശിലെ ശൗരി എന്ന യഹൂദൻ യേശുക്രിസ്തുവിനെ ഇപ്പോൾ വിളിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവും എന്നാണ്. അദ്ദേഹം തന്നെ പിന്നെ റോമാലേഖനം 9:5 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. അദ്ദേഹം തന്നെ പിന്നെ ഈ കൊലോസ്യ ലേഖനം 1:15 അവൻ സകലത്തിന്റെയും കാരണഭൂതൻ, എല്ലാം അവനായിട്ട് അവങ്കിലേക്കും. അതിനുശേഷം കൊലോസ്യ 2:9 പൗലോസ് പിന്നെ എഴുതി, അതേപോലെ അവനിലല്ലോ ദൈവത്തിന് സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലാണ് ദൈവത്തിന് സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇങ്ങനെ ദൈവത്തെ കണ്ട ചാരിതാർത്ഥ്യം ലഭിക്കുവാൻ അനേക കോടികൾ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ കാലത്ത് ആരൊക്കെ ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചുവോ അവരെല്ലാം ഒടുവിലായി കർത്താവായ യേശുക്രിസ്തു എന്ന ഈ പുണ്യധാമത്തിന്റെ അടുക്കൽ വന്ന് അനന്തതയുടെ അവതാരമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപാതാരബിന്ദത്തിൽ വന്ന് ദൈവത്തെ കണ്ട ചാരിതാർത്ഥ്യം നേടിയവരാണ്. അതിനുള്ള തെളിവുകൾ അനവധിയായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ വിശദീകരിക്കാതെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ. രണ്ടാമത്തെ മറുപടി, അല്ലയോ ക്രിസ്തു അങ്ങനെ വന്നു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം, അങ്ങെന്തിനാണ് വന്നത്? അദ്ദേഹം പറയും, പാപികളെ രക്ഷിക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു. പാപികളെ രക്ഷിക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു എന്ന് അവകാശ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ആരെങ്കിലും ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ പറഞ്ഞു, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കാൻ. ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കൂ, എന്തിനാണ് അവതരിച്ചത്? അദ്ദേഹം പറയും, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. ഞാൻ വന്നത് പാപികളെ കൊല്ലാൻ, ഭക്തന്മാരെ രക്ഷിക്കാൻ. അതേ ദൈവത്തിന്റെ അവതാരം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, അങ്ങെന്തിനാണ് വന്നത്? അത് പരിത്രാണായ ദുഷ്കൃതാം, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. പാപികളെ രക്ഷിക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വന്ന ഒന്നാമത്തെയും ഒടുവിലത്തെയും അവതാര സത്തയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ പാപികളെ രക്ഷിക്കുന്നവനാണ്. ഒന്ന്, പാപികളുടെ രക്ഷകൻ എങ്ങനെയുള്ളവനായിരിക്കണം? പാപിയെ രക്ഷിക്കുവാൻ വന്നവൻ ആരായിരിക്കണം? എല്ലാവരും ഒരുപോലെ പാപികളാണ്. അപ്പോൾ പാപികൾ രക്ഷിക്കുവാൻ മറ്റൊരുത്തൻ വന്നാൽ അവൻ ആരായിരിക്കണം? ഒന്ന്, ഈ മാനവ മണ്ഡലത്തിൽ ഉൾപ്പെടാത്തവനായിരിക്കണം. കാരണം മനുഷ്യമണ്ഡലത്തിൽപ്പെട്ട എല്ലാവരും, ആദത്തിന്റെ പരമ്പരകൾ എല്ലാം ഒരുപോലെ പാപികളാണ്. അതുകൊണ്ട് ഇവൻ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വരണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് റഷ്യൻ സാഹിത്യമാണ് സഖറോവ് എഴുതി, മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ മണ്ഡലത്തിലേക്ക് ആദ്യമായി ഇറങ്ങി വന്ന ഗഗനസഞ്ചാരിയാണ് യേശുക്രിസ്തു എന്ന്. അതുകൊണ്ട് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു. രണ്ടാമത്, പാപികളുടെ രക്ഷിതാവ് പാപരഹിതനായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ചോദിച്ചു, തന്നെ ക്രൂശിക്കുവാൻ വകനേടി നിൽക്കുന്ന കൂട്ടത്തോട്, കൂസാത്തോട് ചോദ്യം, നിങ്ങൾ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഉത്തരമില്ല. ഇന്ന് വരെ ഉത്തരമില്ല. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു പാപം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നെ ക്രമമായിട്ട് പറഞ്ഞാൽ ഗവർണർ പിലാത്തോസ് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുകയായിരുന്നു. വിസ്തരിക്കുന്ന ഗവർണർ പിലാത്തോസ് തിരിച്ചും മറിച്ചും ഒക്കെ വിസ്തരിച്ചിട്ട് ഒടുവിൽ പറഞ്ഞു, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അനന്തരം പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, പിലാത്തോസ് ഇവൻ നീതിമാനാണ് എന്ന് പറയാൻ യേശുക്രിസ്തു നീതിമാനാകുന്നു എന്ന് അവളുടെ സാക്ഷ്യം. അത് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു. കുറ്റമില്ലാത്ത രക്തം ക്രിസ്തുവിനെ കുറിച്ച് യൂദാസ് പറഞ്ഞു. പിന്നെ അവനെ കാൽവരിയിലെ ക്രൂശിൽ തറച്ചപ്പോൾ 2 കള്ളന്മാരും പരിഹസിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞാൽ ഒരു കള്ളൻ പറഞ്ഞിരിക്കുന്ന, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ
അരുതാത്ത് ചെയ്യാത്ത ഒരുത്തനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, പിന്നെയും യേശു ക്രിസ്തുവിന്റെ ശവം കാത്തുകൊണ്ട് നിന്ന ഒരു റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: വാസ്തവത്തിൽ ഇവൻ നീതിമാൻ തന്നെ. പിന്നെ മറ്റൊരു ശതാധിപൻ വിളിച്ചു പറഞ്ഞത് ഇവൻ ദൈവപുത്രൻ തന്നെ. അപ്പോൾ ഇതെല്ലാം ശത്രുക്കൾ പറഞ്ഞ സാക്ഷ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവന്റെ ശത്രുക്കളാണ് ഈ സാക്ഷ്യമെല്ലാം പറഞ്ഞത്. ഇനി മിത്രങ്ങൾ: പത്രോസ്, അവൻ പാപം ചെയ്തിട്ടില്ല. പൗലോസ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ, അവനിൽ പാപമില്ല. അതുകൊണ്ട് പാപം ചെയ്യാത്ത, പാപം അറിയാത്ത, പാപം ഇല്ലാത്ത അവതാര പുരുഷനാണ് കർത്താവ്. നിർദോഷം, നിഷ്കളങ്കൻ, പാപിയോട് വേർപെട്ടവൻ, വാക്കുമുട്ടിയാൽ സ്വർഗത്തേക്കാൾ വലിയവൻ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവാണ് പാപരഹിതൻ. ഇവന് മാത്രമേ പാപികളുടെ പാപം പോക്കാൻ കഴിയുള്ളൂ. രണ്ട് കാര്യം പറഞ്ഞു: പാപിയുടെ രക്ഷകൻ പാപികളായ മനുഷ്യവർഗത്തിൽപ്പെട്ടവനായിരിക്കുന്ന മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വരണം. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു. 2, പാപിയുടെ രക്ഷകൻ പാപരഹിതനായിരിക്കണം. യേശു ക്രിസ്തു പാപരഹിതനായിരുന്നു. 3, കർത്താവായ യേശു ക്രിസ്തു പാപിയുടെ രക്ഷകൻ എന്ന് പറയുമ്പോൾ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചവനാണ്. ദൈവം അനുവദിച്ചാൽ നാളെയോ അടുത്ത ദിവസമോ ഞാൻ അല്പം വിശദീകരിക്കും. അവിടെ നിന്ന് ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു. 2000 ആണ്ടുകൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ. അവനെ കണ്ടിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ, ഭൂതകാലത്ത് ജനിച്ച, വർത്തമാനത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ജനിക്കുവാനുള്ള ജനകോടികളുടെ ഒന്നടങ്കമായ പാപവും തന്റെ പാപരഹിതമായ ശരീരത്തിൽ ആവഹിച്ച് പാപികളായ നമുക്ക് വേണ്ടി ഭാരിച്ച ക്രൂശിൽ മരിക്കുകയുണ്ടായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. പ്രിയ സ്നേഹിതരെ, കാൽവരിയിലെ ക്രൂശിൽ കിടന്ന് ഉറക്കെ നിലവിളിച്ച് ദാരുണാം വിധം മരണം വരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരം വരുത്തി. എബ്രായ ലേഖനം 1:3 വായിക്കുന്നത്: പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം യേശു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് പാപങ്ങളുടെ പരിഹാരം എന്നേക്കുമായി വരുത്തിയിരിക്കുന്നു. ഇതേ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വന്നു എന്ന് പ്രഖ്യാപിക്കുകയും അവർ രക്ഷിക്കുവാൻ കഴിയുന്നതെന്നാണ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്തി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഇത് ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞ് ഈ പ്രകടനം ഞാൻ വിടുന്നു. ഏറ്റവും ഒടുവിലത്തെ കുറിപ്പിലേക്ക് വരിക. ഇങ്ങനെ മനുഷ്യവർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ മനുഷ്യനാണല്ലോ തുടങ്ങിയത്. ഈ ഏതൊരു മനുഷ്യൻ ഇന്ന് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഞാനൊരു പാപിയാകുന്നു എന്ന് സമ്മതിക്കുന്നുവോ, ആ മാത്രയിൽ 1, 2, 3, 4, 5 കാര്യങ്ങൾ. 1, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഒരു പാപി സമ്മതിക്കണം: ഗുരു, അല്ലെ കർത്താവേ, നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളുടെ പരിഹാരം കൊണ്ട് വരുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏതൊരു പാപി പ്രാർത്ഥിച്ചാലും യേശു ക്രിസ്തു മറുപടി പറയും. ഏതൊരു പാപിയുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്നവനാണ് കർത്താവ്. ഇന്ന് രാത്രി ചീനിവിളയിൽ, പരിസരങ്ങളിൽ എന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ നിങ്ങൾ ഏറ്റുപറയണം: യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാകുന്നു എന്ന്, അഥവാ അങ്ങയെ ഞാൻ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു, അഥവാ പാപമോചനം ലഭിക്കുന്നു. യേശു ക്രിസ്തു ചെയ്യുന്നത് 1, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ 1, പാപമോചനം കൊടുക്കുന്നു. ഉടനെ പാപമോചനം. യേശു ക്രിസ്തു പാപങ്ങൾ മോചിച്ചാൽ മോചിച്ചതാണ്. ഇവിടെ ചിലരൊക്കെ പാപങ്ങൾ മോചിച്ചാൽ പിന്നെയും പാപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ആഴ്ചയും മോചിക്കും, അടുത്ത ആഴ്ചയും കുഞ്ഞാട് അവിടെ തന്നെയാണ്. അവിടെ ചുരുക്കി പറഞ്ഞാൽ മോചനം, പിന്നെയും പാപം, പിന്നെയും ചെയ്യൽ, പിന്നെയും ഇത് തുടരുകയാണ്. മറിച്ച് അങ്ങനെ ഒരു സങ്കരമാണല്ല. യേശു ക്രിസ്തു ഏതവന്റെയെങ്കിലും പാപം മോചിച്ചിട്ടുണ്ടെങ്കിൽ മോചിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരെ സാക്ഷികളാക്കി നിർത്തണം. അതുകൊണ്ട് യേശു ക്രിസ്തു 1, പാപമോചനം കൊടുക്കുന്നു. 2, പാപം മോചിച്ച് വെറുതെ വിടുകയല്ല. പാപമോചനം കൊടുത്തിട്ട് കർത്താവ് ചെയ്യുന്നത് 2, നിത്യജീവനെ കൊടുക്കുന്നു. എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? അനന്തതയിൽ ജീവിക്കുവാൻ ആവശ്യമായ ജീവന്റെ പേരാണ് അനന്തജീവൻ. സ്വർഗത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ സ്വർഗീയ ജീവനെ കർത്താവ് കൈയോടെ കൊടുക്കുകയാണ്. പാപമോചനം ലഭിക്കുകയും അതിന്റെ തൊട്ടു പിന്നാലെ അനന്തജീവനെ സമ്മാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിത്യജീവനെ ലഭിക്കുന്നു. നിത്യജീവൻ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ കർത്താവ് പിന്നെ കൊടുക്കുന്നത് അവനെ അനുഗ്രഹീതമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്? ഇവൻ പിന്നെയും പാപത്തിൽ വീഴാതെ വണ്ണം, ഇവനെയും പാപം ചെയ്ത് പരാജയപ്പെടാതിരിക്കുവാൻ വേണ്ടി ഇവന് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. നേർവഴിയിൽ നടത്താനാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന് ചപ്പിച്ചിപ്പും തുപ്പാനല്ല.
നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് വന്നാൽ സത്യത്തിന്റെ പാതയിൽ നിന്നെ നടത്താൻ വേണ്ടി, നടത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് തരുന്നു. നമ്മളെ ഇവിടുത്തെ ക്രിസ്ത്യാനികളായ വേദവ്യാഖ്യാതാക്കളൊക്കെ പറയുന്ന കേട്ടാൽ ഈ പരിശുദ്ധാത്മാവ് വെള്ളം പോലെ, വെളിച്ചെണ്ണ പോലെയാണ് തോന്നിപ്പോ. കാരണം ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മാവിന്റെ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ കുറെ വെള്ളം കൊടുക്കുന്നതാണ്. കുറച്ച് കൊടുക്കും കാലിന്റെ മുട്ടോളം വന്നു, നരിയവണയോളം, പിന്നെ അരയോളം എന്നൊക്കെ പറയുന്ന കേട്ടാൽ വെള്ളം പോലത്തെ സാധനമാണ്. ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന, പരിശുദ്ധാത്മാവ് ദൈവതൃത്വത്തിലെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം അംഗീകരിച്ചാൽ ഈ അളവിന് കുറവ് നോക്കാറുണ്ടോ? വ്യാപകം പോലെയാണ് ദൈവം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും അല്ല. പിന്നെ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്തുന്നത്, ഈ പരിശുദ്ധാത്മാവിനെ കയ്യോടെ കൊടുക്കും. ഞങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഉടനെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. എന്നിട്ട് പിന്നെയും പാപത്തിൽ പതിക്കാതിരിക്കാം. അത് 3 കാര്യം ഞാൻ പറയും. 1 പാപമോചനം, 2 നിത്യജീവൻ, 3 പരിശുദ്ധാത്മാവ്, 4 ഒരു പുത്തൻ ജീവിതം കൊടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ കയ്യോടെ കൊടുക്കുന്നത് പുതിയ ജീവിതമാണ്. ഈ പുതിയ ജീവിതം കർത്താവായ യേശുക്രിസ്തു നൽകുന്നു. യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ച് നിത്യജീവൻ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ്. അവൻ അടിമുടി മാറുകയാണ്. ബൈബിൾ പറയുന്നതാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇത് പുതുതായിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നലത്തെ പോലെ ഇന്ന് ജീവിക്കുകയില്ല. അതാണ് എൻ്റെ അർത്ഥം. ഇന്നലെ മദ്യപിച്ച്, വ്യഭിചരിച്ച്, വ്യതിചലിച്ച്, അന്യായം ചെയ്ത്, അതിക്രമം ചെയ്ത് ജീവിച്ചവനെല്ലാം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ആ പാപത്തിലേക്ക് പോവുകയില്ല. ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്ധരിച്ചുകൊണ്ട് അഗസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണ്. അഗസ്റ്റീൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സെയിന്റ് അഗസ്റ്റീൻ അദ്ദേഹം മാനിക്ക മതത്തിന്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം വളരെ നിരാശയിലായിരുന്നു. മാനിക്ക മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു എങ്കിലും ആ വലിയ ഫിലോസഫറായ അദ്ദേഹം വളരെ നിരാശയിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ഒരിക്കൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം തന്റെ സ്നേഹിതന്റെ ബംഗ്ലാവിന്റെ മുമ്പിലുള്ള ഉദ്യാനത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ അടുത്ത വീട്ടിന്റെ ഇവിടെ നിന്ന് ഒരു സുന്ദരമായ പാട്ടിന്റെ ഈരടി വരുന്നുണ്ടായിരുന്നു. ആ പാട്ട് കേട്ടപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതിരുന്ന അഗസ്ത്യൻ ആ ഈരടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പാട്ട് നിലച്ചുപോയി. ഉടനെ അഗസ്ത്യൻ തന്റെ സ്നേഹിതനെ വിളിച്ചു പറഞ്ഞു, വായിക്കാനെന്തെങ്കിലും തരൂ എന്ന്. ഉടനെ ആ സ്നേഹിതൻ വീട്ടിനകത്തേക്ക് വന്നു. അവിടെ നോക്കിയപ്പോൾ ആദ്യം കിട്ടിയത് ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ അമ്മ വായിച്ചു വെച്ചു പോയ ബൈബിളായിരുന്നു. ഈ ബൈബിൾ എടുത്ത് അഗസ്ത്യന്റെ കൈ കൊടുത്തു. അഗസ്ത്യൻ ആദ്യമായി ബൈബിൾ മലർത്തി പിടിച്ചപ്പോൾ മലർന്നു കിട്ടിയ ഭാഗം റോമാലേഖനം 13-ാം അധ്യായം. അതിൽ അദ്ദേഹം ആദ്യമായി വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: പകൽ സമയത്തെന്നുപോലെ മര്യാദയായി നടക്കുക, ശയനമോഹത്തിലും ദുഷ്കാമവൃത്തിയിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക എന്ന വാക്ക് വായിക്കുകയും അഗസ്ത്യൻ മുട്ടുകുത്തുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം പിറ്റേ ദിവസം പതിവായി ചെല്ലുന്ന തെരുവഴിയായി പോവുകയായിരുന്നു. ആ തെരുവിലൂടെ പോകുമ്പോൾ അദ്ദേഹം പതിവായി ചെല്ലുന്ന ഒരു വേശ്യയുടെ വീട് അവിടെയുണ്ട്. വേശ്യ അദ്ദേഹത്തെ കണ്ട് ഇറങ്ങി വന്നു. അഗസ്ത്യൻ നിനക്ക് ഭ്രാന്തുണ്ട്. ഇന്നലെ വരെ ഇതിലേ പോയാൽ ഇവിടെ കയറാതെ നീ പോകുകയില്ല. ഇന്ന് നീ ഇവിടെ കയറാതെ പോകുന്നതിനാൽ നിനക്ക് ഭ്രാന്തുണ്ട്. അദ്ദേഹം അത്രയ്ക്ക് അവൾ ഭ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തിരിഞ്ഞു, അല്ലയോ സ്ത്രീയെ, ഇന്നലെ വരെ നിന്നോടുകൂടി ജീവിച്ച അഗസ്ത്യൻ ഇന്നലെ മരിച്ചുപോയി. ഇന്ന് ജീവിക്കുന്നതിൽ പുതിയ അഗസ്ത്യൻ ആകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായ അവർ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇത് പുതുതായിരിക്കുന്നു. ഇത് എത്രയോ സഹോദരന്മാർ പറയുന്ന സാക്ഷ്യമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സാക്ഷ്യം അനേക ആയിരങ്ങൾ ഇന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. യേശുക്രിസ്തു ഒരുത്തന്റെ പാപങ്ങൾ മോചിച്ചാൽ ആ പാപമോചനം ഒരു യാഥാർത്ഥ്യമായിരിക്കും. അവന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരും. അതുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിച്ച് നിങ്ങൾ പുതിയ സൃഷ്ടികളായി തീരണമെന്ന് ഞാൻ ശുപാർശ ചെയ്യാം. ഏറ്റവും 5-ാമതായി പാപമോചനം, നിത്യജീവൻ, പരിശുദ്ധാത്മാവ്, പുത്തൻ ജീവിതം. അതിനു പുറമെ 5-ാമതായി പ്രത്യാശയെ കൊടുക്കുന്നു. ലോകത്തിൽ ഏറ്റവും മികച്ചതായ ക്രൈസ്തവ ദർശനം എന്ന് പറയുന്നതിന് കാരണം മറ്റു മതങ്ങൾക്കില്ലാത്ത, ദർശനങ്ങൾക്കില്ലാത്ത പ്രത്യേകത ക്രിസ്തുമാർഗത്തിനുള്ളത് പ്രത്യാശ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ മാർഗത്തെ റിലിജിയൻ ഓഫ് ഹോപ്പ് എന്ന് വിളിക്കുന്നത്. റിലിജിയൻ ഓഫ് ഹോപ്പ് എന്ന് പറയാൻ കാരണം യേശുക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് പ്രത്യാശയുടെ മതമാണ്. അതുകൊണ്ടാണ് എത്രയെത്ര ക്രൈസ്തവ രക്തസാക്ഷികളായി 1-ാം നൂറ്റാണ്ട് മുതൽ 2021 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ ആയിരക്കണക്കിന് ആളുകൾ, 1000 എന്ന് പറഞ്ഞാൽ ഒക്കെയില്ല, അനേക കോടികൾ രക്തസാക്ഷികളായി. എന്തുകൊണ്ട് ആളുകളെ ധൈര്യമാകുന്നു? ഒരുപക്ഷെ കമ്മ്യൂണിസത്തിന് വേണ്ടി മരിച്ചതിനേക്കാൾ
2 ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവാഹൂതി ചെയ്തിട്ടുണ്ട്, പ്രിയസ്നേഹിതരെ, രക്തസാക്ഷികളായിട്ടുണ്ട്. കാരണം ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച അവരെല്ലാം യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റു പറഞ്ഞ് അവന് വേണ്ടി ജീവൻ സമർപ്പിച്ചതിനാൽ അവർക്കെല്ലാം പലപ്പോഴും ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അവര് എന്തിനാണ് ഈ മരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്? അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തെസ്സലോനിക്കയിലെ ക്രിസ്ത്യാനികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മറ്റു മനുഷ്യർക്കില്ലാത്ത ശേഷം മനുഷ്യന് വ്യത്യസ്തമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതെന്താണ്? മരിച്ചാലും നാം ജീവിക്കും. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, മരിച്ചാലും നാം ജീവിക്കും. ഈ പ്രത്യാശയുടെ ഏറ്റവും മഹനീയമായ മറ്റൊരു വസ്തുത ഇവിടെയുണ്ട്. ഈ പ്രത്യാശ വയ്ക്കുമ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ പല തരത്തിൽപ്പെട്ട ആളുകൾ, രോഗികളുണ്ട്, ദുഃഖിതരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസിയുടെ കൂട്ടത്തിൽ വികലാംഗൻ ഉണ്ടായിരിക്കുമോ? വികലാംഗൻ ഇവിടെയുമില്ല. ഇപ്പൊ എല്ലായിടത്തും വികലാംഗന്മാർക്ക് പ്രത്യേകം സംവരണമാണ്. ബസ്സിൽ കയറിയാൽ വികലാംഗ സീറ്റ്, ഉദ്യോഗത്തിന് വികലാംഗ സംവരണം, എല്ലായിടത്തും വികലാംഗന്മാർക്ക്. പക്ഷേ സ്വർഗത്തിൽ വികലാംഗന്മാരുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കുമോ? സ്വർഗത്തിൽ ഒറ്റ വികലാംഗനം ഉണ്ടായിരിക്കില്ല. വികലാംഗന്മാരായ വിശ്വാസികൾ ധാരാളമുണ്ട്. അന്ധന്മാരായ വിശ്വാസികളുടെ സംഘടന തന്നെ നമുക്കുണ്ട്. അതുപോലെ എത്രയോ വികലാംഗന്മാരുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഇഗ്നേഷ്യസ്. പണ്ട് EMS ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബലമായി പിടിച്ചുകൊണ്ടുപോയി യോഗം ഉദ്ഘാടിപ്പിച്ച ഇഗ്നേഷ്യസാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പട്ടണം അദ്ദേഹത്തെ പേര് കേട്ടാൽ വരയ്ക്കുമായിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം രക്ഷിക്കപ്പെടുകയുണ്ടായി. ഇന്നും അദ്ദേഹം പോലീസ് ചവിട്ടി ഓടിച്ച കൈകൾ ഉള്ളതുകൊണ്ട് മറ്റു അതും ഇതൊക്കെ വെച്ച് കെട്ടിയാണ് നടക്കുന്നത് ആ മനുഷ്യൻ. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രത്യാശയുടെ സാക്ഷ്യം പറയുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. എന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യവർഗത്തിന് പ്രത്യാശ നൽകുന്നവരാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യവർഗത്തിന് പ്രത്യാശ നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യാശയായ ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അവൻ നമ്മൾ വാഴണം. ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഈ പ്രത്യാശയുണ്ടായിരിക്കണം. കാർൽ മാർക്സ്, നഷ്ടപ്പെടാൻ ഒരു ചങ്ങല, നേടുന്നതോ സാമ്രാജ്യം. അത് തന്നെയാണ് ഞാൻ തിരിച്ചിട്ട് പറയുകയാണ്. നഷ്ടപ്പെടാൻ നോക്കൊന്നുമില്ല, നേടുന്നത് സ്വർഗരാജ്യം. മാത്രമല്ല ക്രിസ്തു സമ്മാനിക്കുന്നതായ ഈ അനുഗ്രഹീതമായ മാർഗം മാത്രമല്ല, ഇനി സ്വർഗം ഇല്ലാതെ പോകട്ടെ, ക്ഷമിക്കണം, സ്വർഗം ഇല്ലാതെ പോകട്ടെ, ദൈവം ഇല്ലാതിരിക്കട്ടെ, മറ്റൊന്നും നാം പറയുന്നത് പോലെ സംഭവിച്ചില്ലെന്നിരിക്കട്ടെ, എങ്കിലും ഞാനിപ്പോ 45 വർഷം കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു നഷ്ടവും എനിക്കില്ല. എന്തുകൊണ്ടാൽ ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രസാദിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രമോദിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ പ്രഘോഷിക്കാൻ കൊള്ളാകുന്ന അനന്യസാധാരണമായൊരു നാമം പ്രപഞ്ച സീമയിൽ വേറെ ഏതുണ്ട്? അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് തന്നെ മതി എനിക്ക്. അവിടെ സ്വർഗം കിട്ടാതെ ഞാൻ എന്നല്ല പറഞ്ഞത്, അഥവാ ഇനി സ്വർഗം ഇല്ല എന്ന് വന്നോട്ടെ, എന്നാലും നിരാശയില്ല. ഇതുപോലെ കൊള്ളാകുന്ന ഒരുത്തനെ പ്രസംഗിച്ച് അവനെ ഗുരുവായി സ്വീകരിച്ച് അവനെ ആരാധിച്ച് അവനെ ആഘോഷിച്ച് ജീവിക്കുന്നത് തന്നെ കൈവല്യം. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എത്ര ഭാഗ്യമാണ്. പ്രിയ സഹോദരന്മാരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവ് കർത്താവായി ഹൃദയത്തിൽ വേണം സ്വീകരിക്കാൻ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വന്തം രാഷ്ട്രീയ ചരിത്രം എനിക്കുണ്ട്, അതുപോലെ കുറെ മതചരിത്രം എനിക്കുണ്ട്. ഈ മതം രാഷ്ട്രീയമൊക്കെ അതിന് മുമ്പേ ഉള്ള ചരിത്രമാണ്. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ ഞാനിപ്പോൾ പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പോഴും രക്തത്തിൽ കിടക്കുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ ചെന്നാൽ അരിവാൾ ചുറ്റി കണ്ട കൈ അങ്ങോട്ടേ പോകുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം ഇപ്പോഴും എനിക്കുണ്ട്. അത് കമ്മ്യൂണിസത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തീവ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 3 വർഷം. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യാദൃച്ഛികമായിട്ടാണ് ക്രിസ്ത്യാനികളുമായിട്ട് ഏറ്റുമുട്ടാൻ പോയത്. ക്രിസ്ത്യാനികളുമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അവരോട് ഏറ്റുമുട്ടാൻ പോയി ചില രാഷ്ട്രീയം പറഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന ഒരു സ്നേഹിതൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ഇയാൾ കൂടെ എന്നോട് പറയും. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു വിപ്ലവകാരിയാണെന്ന് പറഞ്ഞു, സമ്മതിക്കാം. യേശുക്രിസ്തു നല്ലൊരു ഗുരുവാണെന്ന് പറഞ്ഞു, അത് സമ്മതിക്കാം. പക്ഷേ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയരുതെന്നാണ് എന്റെ വാദം. അയാൾ ദൈവമെന്നേ പറയൂ, വേറൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ വളരെയേറെ ചുണ്ടിയെടുത്ത് അദ്ദേഹത്തെ യേശുക്രിസ്തുവിനെ തന്നെ ആക്ഷേപിച്ചു. അപ്പോൾ ഞാൻ ഇത് ഒരു നായരുടെ ചായക്കടയിൽ വെച്ചാണ്. ആ നായർ പറഞ്ഞു, എന്റെ കടയിൽ വെച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. അനേകായിരങ്ങൾ ദൈവമായി ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ എന്റെ കടയിൽ നിന്ന് ആക്ഷേപിക്കുക, താൻ എന്താണ് നായരെ എന്ന് ചോദിച്ചിട്ട് ഞാൻ കടയുടെ പുറത്തിറങ്ങി അവിടെ നിന്ന് പറയാവുന്നതൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ എന്നെ അവർ ഖരാവോ ചെയ്തെങ്കിലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ പിന്നെയും വരും, ബൈബിൾ വായിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ടാണ് ബൈബിൾ വായിച്ചത്. ആദ്യമായി ബൈബിൾ വായിച്ചു.
വായിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം കൂടെ കിട്ടി. ഞാൻ തമിഴ് അക്ഷരമൊക്കെ അറിയാമായിരുന്നു. ഈ സഹോദരനോട് തന്നെ പറഞ്ഞു, എന്നോട് തർക്കിച്ച സഹോദരനോട് അയാളോട് തന്നെ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണോ. അയാൾ വായിക്കാൻ ഒരു ബൈബിൾ, അത് ആദ്യന്ത വിഹീനമായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം വന്നപോലെ അത് പഴയ ബൈബിളാണ്, തമിഴ് ബൈബിളായിരുന്നു. പക്ഷേ അക്ഷരം അറിയാവുന്നത് കൂട്ടി വായിച്ച് 2 അധ്യായം കഴിയുമ്പോൾ തമിഴ് ഞാൻ പഠിച്ചു. അങ്ങനെ തമിഴ് ഭാഷയെ പഠിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ട് ഞാൻ എഴുതി, ബൈബിൾ പറയുന്ന ക്രിസ്ത്യാനിയുടെ ദൈവം ചതിക്ക് കൂട്ടു നിൽക്കുന്ന ദൈവം, യേശാവിനെ രക്ഷിച്ച് യാക്കോബിനെ സ്നേഹിച്ച ക്രിസ്ത്യൻ ദൈവം. 2ാമത്തെ പുസ്തകം വായിച്ചു ഞാൻ, പുറപ്പാട് പുസ്തകം. മിസ്രൈമിൽ നിന്ന് പോകുന്ന ഇസ്രായേൽ ജനം മിസ്രൈമിയെ കൊള്ളയടിച്ചാണ് പോയത്, കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ക്രിസ്ത്യൻ ദൈവം. 3ാമത്തെ പുസ്തകം വായിച്ചു ഞാൻ, ലേവ്യ പുസ്തകം. ആവി പൊന്തിക്കൊണ്ടിരിക്കുന്ന ഇറച്ചിക്കരത്തിന് വേണ്ടി ദാഹിക്കുന്ന ക്രിസ്ത്യൻ ദൈവം. ഇങ്ങനെ സംഖ്യ ഇത് ആവർത്തനം എല്ലാം കഴിഞ്ഞ് പലതും കഴിഞ്ഞിട്ട് ഒടുവിലേക്ക് വന്നപ്പോൾ ഒടുവിൽ പ്രവാചകന്മാരുടെ പുസ്തകം, അതെനിക്ക് ബാലികേറ മനസ്സിലാകില്ല. മനസ്സിലാകാത്തത് കൊണ്ട് അതെല്ലാം കടന്നു കുളിച്ച് പുതിയ നിയമത്തിന്റെ പേജിൽ വായിച്ചു. മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് ഞാൻ എഴുതി, യേശുക്രിസ്തു വേശ്യയുടെ മകൻ, പിതാവില്ലാതെ ജനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ സുവിശേഷം വായിച്ചിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞു. 3ാമത്തെ സുവിശേഷം വായിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. പക്ഷേ 4ാമത്തെ സുവിശേഷത്തിന് ഗംഭീരമായ ഗോപുരത്തിൽ എത്തിച്ചേർന്നു. അതിന് ആമുഖക്കുറിപ്പിൽ അവിടെ എത്തിച്ചേർന്നപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വാക്കുകൾ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് ആ ദാർശനിക സ്വഭാവമുള്ള വാക്കുകൾ ആവർത്തിച്ച് ഞാൻ വായിച്ചു. ഏതാനും മിനിറ്റിൽ കൊണ്ട് 18 വാക്യങ്ങൾ കാണാതെ പഠിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷ അധ്യായങ്ങൾ കാണാപ്പാടമായി വായിച്ചു. പക്ഷേ അത് ഞാൻ അല്പം മാറ്റി പറഞ്ഞാൽ, അതുവരെ ഞാൻ പറഞ്ഞു യേശുക്രിസ്തു ഇന്ത്യക്ക് വേണ്ട, കച്ചവടക്കാര ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചരക്കായ യേശുക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കുമെന്നാണ് എന്റെ മുദ്രാവാക്യം. ഇന്ന് സുവിശേഷത്തെ എതിർക്കുന്ന ആളുകൾ അന്ന് ഇവിടെ വന്നിട്ടില്ല. ആ കാലത്താണ് ഞാൻ ഇത് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം, ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയതാണ്. ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയ ആശാരിയുടെ മകനല്ലേ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. തച്ചന്റെ മകനായതുകൊണ്ട് ഇവനോടൊരു കൈ നോക്കാമെന്ന് കച്ചകെട്ടി ഇറങ്ങിയതാണ് തച്ചത്തിന്. പക്ഷേ മനസ്സിലായത് ഏറ്റുമുട്ടിയപ്പോഴാണ്. പച്ചയ്ക്ക് പരാജയപ്പെട്ടു, പിന്നെ പിച്ചയ്ക്ക് പ്രസംഗിക്കേണ്ടി വന്നു ഇവനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവന് ഇന്ത്യക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറയുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു ഇന്ത്യക്ക് വേണമെന്നാണ് നീ പറയുന്നത്, എന്നാൽ ഇന്ത്യക്ക് വേണമെന്ന് പോയി പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്വപ്നം വിശ്വസിക്കുകയില്ല, ദർശനം വിശ്വസിക്കുകയില്ല, ഇതൊന്നും രോഗശാന്തി ഭൂതശാന്തി ഒന്നും വിശ്വാസമില്ല, ഇപ്പോഴുമില്ല. നേരെ മറിച്ച് അന്ന് ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിനെ കടൽ കടത്തി കപ്പലേറ്റി പറഞ്ഞയക്കും. യേശുക്രിസ്തു നിന്നെക്കാൾ കൊമ്പന്മാർ തമ്പുരാന്മാർക്ക് ഒമ്പരച്ച് പരാജയപ്പെട്ട ഇടമാണ്. പക്ഷേ നീയും ഒരു കൈ നോക്കുന്നവർ പരാജയപ്പെട്ടു. യേശുക്രിസ്തുവിനെ കപ്പൽ കയറ്റുമെന്ന് ഞാൻ യേശുക്രിസ്തു, എന്നാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ തന്നെ കയറി പറ്റും. അങ്ങനെ ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇത് ഇവനെ പ്രസംഗിക്കേണ്ട ഗതികേടിലെത്തിയത്. ഗതികേടെന്ന് പറയാൻ ക്ഷമിക്കണം. അതുകൊണ്ട് ഇവനെ പ്രസംഗിക്കേണ്ട ഗതികേടിൽ എത്തിച്ചേരുകയായിരുന്നു എന്ന് പറയാൻ മനഃപൂർവ്വം എനിക്ക് താല്പര്യം ഉണ്ടായത് കൊണ്ടല്ല, തോറ്റ് തുന്നം പാടി. ഞാൻ മാത്രമല്ല, പൗലോസ് അങ്ങനെയല്ലേ, പരാജയപ്പെട്ടപ്പോഴല്ലേ ഇവനെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഞാനും അതുപോലെ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇവനെ പ്രസംഗിക്കാൻ വെച്ചത്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ ഇവനെ കൊള്ളാകുന്ന മറ്റൊരുത്തും തന്നെ ഇല്ല. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് രാഷ്ട്രീയമായിട്ട് 14ാമത്തെ വയസ്സിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അന്ന് CP-ക്കെതിരായ സമരം നടക്കുന്ന കാലമാണ്. എനിക്കന്ന് 14 വയസ്സ് തികഞ്ഞിട്ടില്ല. 14 വയസ്സായാൽ 7ാം ക്ലാസ് എഴുതാം, എനിക്ക് എഴുതാൻ നോക്കില്ല. അതിന് 14 വയസ്സ് പൂർത്തിയാകാത്തതുകൊണ്ട് അന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചത് P. നീലകണ്ഠപിള്ളയാണ്. P. നീലകണ്ഠപിള്ള തിരുവട്ട ക്ഷേത്ര മൈതാനി പ്രസംഗിച്ചപ്പോൾ 14 വയസ്സ് തികയാത്ത കൊച്ചനായി ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗമെല്ലാം കേട്ടു. പ്രസംഗത്തിന്റെ ഒടുവിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ആവേശം മൂത്ത മുച്ചിയൊക്കെ ചുരുട്ടി അദ്ദേഹം പറഞ്ഞു, CP-യുടെ പോലീസ് ഫുള്ളാണ്, അതുകൊണ്ട് CP-ക്കെതിരെ സമരം ചെയ്യണമെന്നൊക്കെ അദ്ദേഹം വളരെ ആവേശമായി പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഏറ്റുപാടി. ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, വേണം ഉത്തരവാദിത്വം, വേണം സ്വാതന്ത്ര്യം, വേണം CP-ക്കെതിരെ സമരമെന്ന് ഞങ്ങളും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാം എല്ലായിടത്തും പറയാൻ പോയി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് കുട്ടികളോടെല്ലാം പറഞ്ഞു, നമുക്ക് വേണം ഉത്തരവാദിത്വം വരണം, നമുക്ക് വേണം സ്വാതന്ത്ര്യ സമരം, നമുക്ക് CP-ക്കെതിരെയുള്ള സമരത്തിൽ ചേരണമെന്നൊക്കെ പറഞ്ഞു. എന്റെ പച്ചതിന്നി പത്മനാഭപിള്ള എന്നറിയപ്പെടുന്ന ഹെഡ് മാസ്റ്റർ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്റെ ക്ലാസ് മാസ്റ്ററുടെ പേരും ഇതുപോലെ കറുത്ത പത്മനാഭപിള്ള, രണ്ടും കൂടെ ചേർന്ന് കസിൻ പ്രദേശമാണ്.
ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് വിളിച്ചു. കുട്ടികളെ നീ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല, സ്വാതന്ത്ര്യം വേണമെന്നാണ് പഠിപ്പിക്കുന്നത്. CP രാമസ്വാമിയുടെ ഭരണം അവസാനിപ്പിക്കണം, സ്വാതന്ത്ര്യം വേണം, രാജഭരണം വേണ്ട, ഉത്തരവാദിത്വ ഭരണം വേണം എന്നൊക്കെയാണ് പഠിപ്പിച്ചത്. നീ എവിടെന്നാ പഠിച്ചത്? ഇന്നലെ P. നീലകണ്ഠപിള്ള പ്രസംഗിച്ചതാണെന്ന്. അപ്പോൾ ആദ്യം ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഓട്ടെ, ഞങ്ങൾ ചിത്രത്തിനാ മഹാരാജന്റെ ഉപ്പും ചോറും തന്നെ ജീവിക്കുന്നവരാണ്, നമ്മളെല്ലാം അങ്ങനെ ജീവിക്കുന്നവരാണ്. ഇന്ന് ഞാൻ നിന്നെ വിട്ടിരിക്കുകയാണ്. മറ്റന്നാൾ വരുമ്പോൾ വഞ്ചിപ്പാട്ട് പഠിച്ചു വരണം. മറ്റന്നാൾ ചിത്രത്തിനാൾ മഹാരാജാവിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ദിവസമാണ്, അതുകൊണ്ട് വഞ്ചിപ്പാട്ട് പഠിച്ചു വരണം. ഞാൻ പറഞ്ഞു, സാർ വഞ്ചിപ്പാട്ട്, വഞ്ചനപ്പാട്ട് തഞ്ചത്തിന് പാടാൻ ഞങ്ങളെ കിട്ടിയില്ല, ഇനി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയേ പാടുമെന്നു. അപ്പോൾ സാർ പറഞ്ഞു, രാമൻപിള്ളയുടെ മോനാന്ന് നോക്കിയില്ല, മറ്റന്നാൾ പറയുന്ന കൂടെ ചെയ്തേക്കണമോ? ഞാൻ ശരിയെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ 1/2 രൂപ വേണം. അമ്മ 1/2 രൂപ തന്നു. 1/2 രൂപ കൊണ്ട് ഒരു ഗാന്ധി തൊപ്പി ഉണ്ടാക്കി. എനിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണെന്ന്. P. നീലകണ്ഠപിള്ള ചരിച്ചാണ് വെച്ചിരുന്നത്, ഞാനും അതുകൊണ്ട് അല്പം ചരിച്ചു വെച്ചു. അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പാണ്ഡിത്യം. അത് ചരിച്ചു വെച്ചുകൊണ്ട് നേരെ 2 മൈൽ നടന്ന് സ്കൂളിലെത്തിയപ്പോൾ കൊച്ചനാണെങ്കിലും സാറിനറിയാം പയ്യൻ പറഞ്ഞ പോലെ ചെയ്യണം. അതുകൊണ്ട് സാറന്മാരെല്ലാം വരിയായി നിന്ന് സ്കൂളിന്റെ വരാൻ തിരുവട്ടാറി MM സ്കൂൾ അതുപോലെ ഇപ്പോഴും അവിടെ ഉണ്ട്, വരാൻ നിൽക്കുക. ഞാൻ അങ്ങോട്ട് ഗേറ്റിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഗർജിച്ചു, ഹെഡ് മാസ്റ്റർ നിൽക്കടാവേ, ഒന്നും അനുസരിക്കണമല്ലോ ഗുരുവിനെ. അവിടെ നിന്ന് അത് എടുക്കും സാർ, എടുക്കണ തൊപ്പി. എടുക്കില്ല സാർ. കുറേക്കൂടെ സാർ ശബ്ദം ഉയർത്തി എടുക്കണമോ? ഞാൻ കുറച്ചുകൂടെ ഞാനും ശബ്ദം ഉയർത്തി. എടുക്കില്ല സാർ. സാർ വീണ്ടും ഗർജിച്ച്, എടുക്കടാ തൊപ്പി, അല്ലെങ്കിൽ ഇറങ്ങടാ പുറത്ത്. രണ്ടും ചെയ്യില്ല. അടുത്ത തലേ ദിവസം പഠിപ്പിച്ച 2 കുട്ടികൾ അടുത്തു. 2 കുട്ടികൾ, ഒരു തങ്കപ്പൻ നാടാരും പിന്നെ ഒരു തങ്കപ്പൻ നായരും. 2 എണ്ണത്തിനെ അപ്പുറം ഇപ്പുറം നടത്തി ഒരു ആയുസിൽ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇതാണ്: അടികൾ ഇട്ടികൾ വെട്ടികൾ പൊട്ടികൾ മേത്തു തന്ന വീടിലും സമനസകര ശക്തരായി നമ്മൾ തന്നെ നിൽക്കണം, സിപ്പി തന്നെ വന്നു നിന്നു വലിയ തോക്ക് വെക്കിലും. അടികൾ ഇട്ടികൾ വെട്ടികൾ പൊട്ടികൾ മേത്തു തന്ന വീടിലും സമനസകര ശക്തരായി നമ്മൾ തന്നെ നിൽക്കണം. സാർ ഇറങ്ങടാ പുറത്ത്. തൊട്ട് മോളിൽ പോലീസ് സ്റ്റേഷൻ, തിരുവട്ട പോലീസ് സ്റ്റേഷൻ. SI പപ്പുപിള്ള കയറി വാടാ ഇവിടെ. 2 ഇടത്തും പോയില്ല. അന്നേ പോയി. അങ്ങനെ വിദ്യാഭ്യാസം പോയി. പിന്നെ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടയം വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ അതിനുശേഷം കുറെ കാലം കൂടെ അത് പ്രവർത്തിച്ചിട്ടാണ് പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് വന്നത്. കമ്മ്യൂണിസത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായി കമ്മ്യൂണിസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നീട്ടിപ്പിടിച്ചു എന്റെ കൊച്ചു കൈ. കുത്തിയിറക്കി പേന, ഊറി വന്നു ചോര, നോക്കി ചുവന്ന ചോര, ചൂടുള്ള ചോര എഴുതി വെച്ചു. ജീവിച്ചാൽ മാക്സിന് വേണ്ടി, പ്രവർത്തിച്ചാൽ മാക്സിസത്തിന് വേണ്ടി, മരിച്ചാൽ മാക്സിസത്തിന് വേണ്ടി. 1957 ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തുവിനോട് ഏറ്റുമുട്ടാൻ പോയി, പരാജയപ്പെട്ടു. വീണ്ടും ഞാൻ എന്റെ കൈകൾ നീട്ടിപ്പിടിച്ചു, കൊച്ചു കൈകൾ. കുത്തിയിറക്കി പേന, ഊറി വന്ന ചോര, ചുവന്ന ചോര, ചൂടുള്ള ചോര. ആ ചൂടുള്ള ചോരയിൽ എഴുതി വെച്ചു: ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ആ മുദ്രാവാക്യം ഇന്ന് വരെ എനിക്ക് ആവേശം തരുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പള്ളിയുടെ മധുബാഹയായി നിറക്കി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണം. ബത്ലഹേമിലെ പുത്തുട്ടി ജനിച്ച മറിയത്തിന്റെ മകൻ വിശ്വാസത്തിൽ നമ്മുടെ മനത്തൊട്ടിൽ ജനിക്കണം. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർക്കണം. യേശു ക്രിസ്തു നമ്മുടെ കർത്താവ്, യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവ്, യേശു ക്രിസ്തു വെളിപ്പെട്ട ദൈവമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകൻ മനുഷ്യവർഗത്തിനില്ലായകയാൽ, അവനല്ലാതെ ദൈവത്തെ വെളിപ്പെടുത്തിയ മറ്റൊരു പുണ്യധാമം ലോകത്തില്ലായകയാൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് നിങ്ങൾ അവനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ വേണ്ടി ജീവിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പ്രതിജ്ഞ ചെയ്ത് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രി ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അനശ്വരനായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ ക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷകനുമില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ അവന്റെ പവിത്ര പാദാരവിന്ദത്തിൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിത്യജീവൻ പ്രാപിച്ച് അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതിന് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ അവസാനത്തെ കുത്തും ഇട്ടുകൊള്ളുന്നു. ആമേൻ.